ഒരു സെറ്റ് ഓഫ് ഹാക്കേഴ്സ് ഉണ്ട്. അവർ ഹാക്ക് ചെയ്യുന്നത് പ്രൈസിന് വേണ്ടിയാണ്. അന്ന് മറ്റേയും ബാക്കിയെല്ലാം അവര് അടിച്ചു പുറത്താക്കി. അപ്പോൾ ഒരു സർപ്രൈസ്, ബിഗ് വെൽക്കം ടു ടെക് ടോക്ക് സാറ്റർഡേ. 8 മണിക്ക് തുടങ്ങുന്ന വെച്ച സ്ട്രീമാണ്. ബട്ട് കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം നമ്മുടെ സ്ട്രീമിൽ കുറച്ച് അൺറിസോൾവ് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഇപ്പോഴും അതാണ് സ്ട്രീം ഡിലേ ചെയ്ത്. ആ ടെക്നിക്കൽ ഇഷ്യൂസ് ഇപ്പോഴും റിസോൾവ് ആയിട്ടില്ല. ഓക്കെ, സോ നമ്മൾ പ്രശ്നം എന്ന് വെച്ചാൽ ഓക്കെ ആ സ്ട്രീമിനകത്ത് 3 മൈക്ക് വെച്ച് സ്ട്രീം ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷേ 3 മൈക്ക് വയ്ക്കുമ്പോൾ എന്തൊക്കെ പറ്റിയിട്ട് വർക്കാവുന്നില്ല. 2 മൈക്ക് വർക്കാവുന്നുണ്ട്, 3ാമത്തെ മൈക്ക് വരുമ്പോൾ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ മൈക്ക് കാണാതെ നമ്മൾ മൈക്കിനെ റിട്ടയർ ചെയ്തോട് വെച്ചിരിക്കുന്നത്. സോ എന്ന് ഈ 3 മൈക്കിൻ്റെ പ്രശ്നം സോൾവ് ആവുന്നു അന്ന് ഓക്കെ സ്ട്രീമിൽ നമ്മൾ 3 മൈക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഓരോ എപ്പിസോഡും നമുക്ക് ഓരോ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണിക്കണമെന്ന് ആഗ്രഹം. നമ്മൾ ഫസ്റ്റ് സ്ട്രീമിൽ 1 മൈക്ക് വെച്ച് സ്ട്രീം ചെയ്തു. സെക്കൻഡ് സ്ട്രീമിൽ 2 മൈക്ക് വെച്ച് സ്ട്രീം ചെയ്തു. 3ാമത്തെ സ്ട്രീമിൽ 3 മൈക്ക് വെക്കണമെന്ന് ആഗ്രഹം. പക്ഷേ 3ാമത്തെ മൈക്ക് വർക്കാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും ബാക്ക് ടു 2 മൈക്സ്. ഓക്കെ, അപ്പോൾ ഈ മൈക്കൊക്കെ എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇതെല്ലാം സെറ്റാക്കാൻ വേണ്ടി. സോ അപ്പോൾ അതാണ്. സോ വെൽക്കം ടു ടെക് ടോക്ക് സാറ്റർഡേ. നമ്മുടെ സാറ്റർഡേ ചിൽ സെഷൻ വേർ വി കം ആൻഡ് വി ടോക്ക് ടു യു. നമ്മൾ ടെക്കിനെ പറ്റിയും കാര്യത്തിനെ പറ്റിയും സംസാരിക്കുന്ന നമ്മുടെ ലൈവ് സെഷനാണ്. സോ യെസ് ബോയ്സ്, അപ്പോൾ എന്തൊക്കെയാണ് കേസ് വിഷയം അഗൈൻ ഇന്ന് നമ്മുടെ ക്രൂ ജോയിനിങ് മസ് ഒന്ന് എൻ്റെ പറഞ്ഞോളൂ. നിങ്ങൾ നമ്മളായിട്ട് നിങ്ങൾ ഫസ്റ്റാണ് നമ്മൾ സ്ട്രീം കാണുന്നതെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ എൻ്റെ ടേക്ക് അവേ മുമ്പ്. സോ മൈ നെയിം ഇസ് അനുരാഗ്, ഞാനാണ് ഇവിടുത്തെ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ. മൈ നെയിം ഇസ് അനൻ, ഞാൻ ഇവിടുത്തെ എഡിറ്ററാണ്. യോ ഇറ്റ്സ് മീ ബിഗ് സ്മോക്ക് ബോബ്സ് ആരാണെന്ന് വേണമെങ്കിലും പറയാം. പിന്നെ ഇന്ന് നമ്മുടെ ക്യാമറ കണ്ടുള്ളത് ഗോൾ ബ്രോ ആണ്. ഗോൾ ബ്രോ ബിഹൈൻഡ് ദർ. ഓക്കെ ബ്രോന് ഹലോ. സോ ആൻഡ് ഓക്കെ, അപ്പം കാണുന്ന എല്ലാവർക്കും ബിഗ് ഹലോ ആൻഡ് വെൽക്കം ടു ടെക് ടോക്ക് സാറ്റർഡേ. യെസ് ബോയ്സ്, അപ്പോൾ ഈ ആഴ്ച ഇൻ ടെക് നമുക്ക് കുറച്ച് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുണ്ട്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് കുറച്ച് ഭയങ്കര ടെക്നിക്കൽ കാര്യങ്ങളെ പറ്റി പറയാനുണ്ട്. കാര്യം ഇതൊരു വളരെ ബിസി ടെക് വീക്ക് ആയിരുന്നു ആൻഡ് ഒത്തിരി ഓസം കാര്യങ്ങൾ സംഭവിച്ചു ഈ ആഴ്ച ഇൻ ടെക്. ഓക്കെ, ഇൻക്ലൂഡിങ് കുറേ പുതിയ പ്രോസസർ ലോഞ്ചസ്, കുറച്ച് GPU അപ്ഡേറ്റ്സ്. അപ്പം ഒത്തിരി ടെക് ന്യൂസിൽ വളരെ ഹെവി ആയിട്ടുള്ള വീക്കാണിത്. ആൻഡ് വി വോണ്ട് ടെൽ യു ഓൾ അബൌട്ട് ദിസ്. ആൻഡ് സോ ഇപ്രാവശ്യം നമ്മുടെ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ അനുരാഗ് വളരെ ഡീറ്റെയിലായി പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ പറയാൻ ഈ ആഴ്ച ടെക്കിൽ എന്ത് പറ്റിയെന്ന്. സോ അനുരാഗ്, ടെൽ us what happened this week in the world of tech. സോ ബ്രീഫായിട്ട് പറഞ്ഞാൽ AMD 9000 സീരീസ് ചിപ്പ് ഇറക്കി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ NVIDIA അവരെ തന്നെ ഇൻഡസ്ട്രിയൽ ഗ്രാഫിക്സ് കാർഡ് ഇറക്കി. ദെൻ ഇൻഡൽ അവരെ പുതിയ ലാപ്ടോപ്പ് മൊബൈൽ പ്രോസസ്സറിൻ്റെ ലീക്ക് ഇറക്കി. സോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഈ ആഴ്ചയായിരുന്നു നടന്നത്. സോ ബേസിക്കലി ഒത്തിരി പുതിയ പ്രോഡക്റ്റ് ലോഞ്ചസ് നടന്നൊരാഴ്ചയായിരുന്നു. അലൻ ബ്രോ, നിനക്ക് ഈ പുതിയ ലോഞ്ചൊക്കെ ലോഞ്ച് ചെയ്തു അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നീ അറിഞ്ഞായിരുന്നോ അല്ലെ ഇപ്പോഴാണോ അറിയുന്നത്? വാട്ട് ഡു യു ഫീൽ? ഇങ്ങനെ കുറെ പുതിയ കാര്യങ്ങൾ ന്യൂസ് കേട്ടായിരുന്നു. നോട്ട് ടു മച്ച് ഇൻടു ദാറ്റ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ എന്തുവാ അത്ര ശ്രദ്ധിച്ചിട്ടില്ല, ബട്ട് കേട്ടായിരുന്നു. ബോബി, നീയോ? ഞാനും അറിഞ്ഞു, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. അത് ലൈക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നോക്കിയില്ല. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതാണ് കേസ്. സോ കേസ് നിങ്ങളും അതേപോലെ അറിഞ്ഞു ബട്ട് നോക്കിയില്ലെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. സോ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്? നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ റൈസനിൽ തുടങ്ങാം. എന്തൊക്കെയാണ് റൈസനിൽ ഈ ആഴ്ച പറ്റിയത്? സോ റൈസൻ്റെ 9000 സീരീസ് ചിപ്പും പിന്നെ അവരെ തന്നെ 5000 സീരീസ് ചിപ്പ്, അതായത് XT ചിപ്പ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ AM4 സപ്പോർട്ട് ചെയ്ത് അവർ പിന്നെയും ഒരു പ്രോസസ്സർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈസ് എ ഗുഡ് ന്യൂസ്. ഇപ്പം എത്ര വർഷമായി കാണും AM4 ഇറങ്ങിയിട്ട്? AM4 ലോഞ്ച് ഡേറ്റ് വന്നിട്ട് എന്നാണ് AM4 ലോഞ്ച് ചെയ്തത്? ബോയ്സ്, എന്നാണ് AM4 ലോഞ്ച് ചെയ്തത്? കുറച്ചധികം ഒരു മേ ബി ഒരു ഓൾമോസ്റ്റ് 8 years ആയി കാണും. 8 years കാണത്തില്ല, 5 വർഷത്തേക്കാണ്. AM4 ലോഞ്ച് ഡേറ്റ് നോക്കി. AM4 എന്ന പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ട് അല്ലെ B450 ബോർഡ് ഒന്ന് ലോഞ്ച് ചെയ്തത്? അതാണ് അല്ല, AM4 നോക്കിയാൽ മതി. അല്ല, AM4 എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ആ ജെൻ ബോർഡ്സ് ഇപ്പോൾ സപ്പോർട്ട് അല്ലല്ലോ. 350 എന്ന് പറയുമ്പോൾ കൊടുക്കണ്ട, സപ്പോർട്ട് അല്ല. പക്ഷേ 450 ആണ് ആക്റ്റീവ്. B450 ലോഞ്ച് നോക്കിയാൽ മതി. എത്ര വർഷം? 320 450 ഒരുമിച്ച് ഇറക്കിയത്. M4 was launched in September 2016. ഇപ്പോൾ 2017, 2018, 2019, 2020, 2021, 2022, 23,
24, 8, 9 years. Close to 8. 9 years. 8 9 ആവുക അതാ പറഞ്ഞ 8 ഞാൻ പറഞ്ഞത്. സോ ഇറ്റ്സ് സ്റ്റിൽ ഗുഡ് ടു സീ അവരിപ്പോഴും AM4 സപ്പോർട്ട് ചെയ്യുന്നത്, അതിനുവേണ്ടി കാർഡ് എടുക്കുന്നില്ല, ഒരു വളരെ നല്ലൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് മെയിനായിട്ട് ഈ ആഴ്ച ഈ ഇയറിൽ തന്നെ മെയിൻ ടോപ്പിക്കാണ് 9000 സീരീസ് ചിപ്പാണ്. അത് നെക്സ്റ്റ് ജൂലൈയിലായിരിക്കും പ്രോബബ്ലി ലോഞ്ച് നടക്കുന്നത്. സോ നമുക്ക് അതിന്റെ സ്പെക്റ്റും കാര്യങ്ങളും എങ്ങനെയാണ്. ഈ ജൂലൈ അല്ലേ ഇറക്കുന്നത്? അതെ, ഈ ജൂലൈ. സോ അപ് ടു 12% ഫാസ്റ്റർ ദാൻ പ്രീവിയസ് ജനറേഷൻ. അതായത് 7000 സീരീസ് ചിപ്പിനെക്കാട്ടിലും അപ് ടു 12% ഫാസ്റ്റർ എന്നാണ് ഇപ്പൊ അവര് എന്താ പറയാ പറയുന്നത്, ക്ലെയിം ചെയ്തു. അത് കഴിഞ്ഞ് TDP നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇത്തവണ നോക്കുകയാണെങ്കിൽ. അത് മെയിനായിട്ട് കുറഞ്ഞത് Ryzen 5-നും I think 7-നുമാണ്. പ്രീവിയസ്ലി അവരെ 4 കാർഡ്, അതായത് Ryzen 7-ന് പ്രീവിയസ്ലി വന്നിട്ട് I think 105 ആയിരുന്നു TDP. Ryzen 9 Ryzen 7 105 ആയിരുന്നു പ്രീവിയസ്ലി. ബട്ട് ഇപ്പോൾ അത് 65% 65 ആയി അതിൻ്റെ TDP, 65 വാട്ട്. അത് കഴിഞ്ഞ് സെയിം ഫോർ Ryzen 5 നേരത്തെ 105 വാട്ടിൽ ഇപ്പോൾ 65 വാട്ടാണ് ആയിരിക്കുന്നത്. അതായത് 12% എന്താ പറയുക പെർഫോമൻസ് ഇൻക്രീസും, അതേപോലെ തന്നെ നല്ലൊരു I think മോർ ദാൻ 40% ഒരു ഡിക്രീസുമായി പവർ കൺസംഷനിൽ. അതെന്തുകൊണ്ട് ഒരു വളരെ നല്ലൊരു കാര്യമാണ്. ബട്ട് ഈ നമ്മളെ Ryzen 9 വെച്ച് നോക്കുകയാണെങ്കിൽ TDP ഇപ്പോഴും സെയിം ആണ്, വലിയ മാറ്റമൊന്നുമില്ല. ബട്ട് പെർഫോമൻസ് ഇൻക്രീസ് ഉണ്ട്. നേരത്തെ അത് 170 ആയിരുന്നു, ഇപ്പോഴും അത് 170 തന്നെയാണ്. ദെൻ നെക്സ്റ്റ് AM5-ന് വന്നിട്ട് 2027 കഴിഞ്ഞും സപ്പോർട്ട് ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. AM5 ലോഞ്ച് ആയിട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ ലോഞ്ച് ചെയ്തില്ലേ? ലാസ്റ്റ് ഇയർ AM5 ലോഞ്ച് ചെയ്തത് ഐ തിങ്ക് ലാസ്റ്റ് ഇയർ. സോ 2023, 24, 25, 26, 27 അപ്പം തന്നെ 5 ഇയർ സപ്പോർട്ടായി. 5 ഇയേഴ്സിന് മേളിൽ സപ്പോർട്ട് ഉണ്ടാവുമെന്നാണ് ഇപ്പോഴത്തേക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഓൾസോ നമ്മൾ നേരത്തെ സംസാരിച്ച ടോപ്പിക് എന്താണ് TDP എന്ന്. സോ നിങ്ങൾക്ക് TDP എന്താണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു TDP ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പണ്ട് ഇത്ര വോൾട്ടേജ് ആയിരുന്നു, പണ്ട് ഇപ്പോൾ 105 വോൾട്ട് ആണെങ്കിൽ ഇപ്പോൾ 65ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. സോ അതിന് എന്താണ് എന്ന് വെച്ചാൽ TDP എന്ന് പറഞ്ഞാൽ തെർമൽ ഡിസൈൻ പവർ എന്നാണ്. അതായത് മാക്സിമം ലോഡിൽ പ്രോസസ്സർ എത്ര പവർ എടുക്കും. ആൻഡ് വൈ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഇൻറ്റലിൻ്റെ 14th ജനറേഷനെ പറ്റിയും അല്ലെങ്കിൽ 13th ജനെ പറ്റിയും നമ്മൾ കേട്ടിരുന്ന മെയിൻ ക്രിറ്റിസിസം ആയിരുന്നു പ്രോസസ്സർ നല്ല സ്പീഡുണ്ട് പക്ഷേ ഒത്തിരി വോൾട്ടേജ് എടുക്കുന്നത്. സോ പ്രോസസ്സറിന് കൈൻഡ് ഓഫ് വോൾട്ടേജ് കൂടുതൽ കൊടുത്തിട്ട് അതിനെക്കൊണ്ട് കൂടുതൽ പണിയെടുക്കാൻ എളുപ്പമാണ്. ബട്ട് കുറച്ച് പവർ കൂടുതൽ പണിയെടുക്കുന്ന ഇസ് വേർ ഒരു കമ്പനിയുടെ എഞ്ചിനീയറിംഗ് ബ്രില്യൻസ് അവിടെയാണ് കാണുന്നത്. കാര്യം കുറച്ച് പവറിലും അതിന് ഒത്തിരി പവർ എടുക്കും. അവിടെയാണ് പവർ എഫിഷ്യൻസിയും എഞ്ചിനീയറിംഗ് ബ്രില്യൻസ് വരുന്നത്. അവിടെയാണ് 9000 സീരീസ് അഗൈൻ Ryzen 9 വെച്ചാൽ ബാക്കി 2 പ്രോസസ്സറിനും കറണ്ട് കുറച്ച് എടുക്കുന്നുള്ളൂ, എന്നാൽ ഒത്തിരി കൂടുതൽ പെർഫോമൻസ് ആയിരുന്നു. സോ അതാണ് ദാറ്റ് ഇസ് വൈ TDP ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ TDP ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ ഉപയോഗിച്ചാൽ ഓർഗാനിക്കലി നിങ്ങൾ കറണ്ട് ബില്ല് കുറയും. സോ ജസ്റ്റ് നിങ്ങൾക്ക് TDP ഡൗട്ട് എന്താ ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതാണ്. അഗൈൻ ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ നമുക്ക് 2027 വരെ പ്രോസസ് സപ്പോർട്ട് കിട്ടുകയാണ്. ആൻഡ് 2027+ എന്നാണ് AMD പ്രോമിസ് ചെയ്തേക്കുന്നത്. വിച്ച് മീൻസ് എന്ന് തോന്നുന്നു 2 വർഷം കൂടെ പോയാൽ അഗൈൻ നമുക്ക് വീണ്ടും ഒരു 5 to 7 years ഒരു പ്രോസസർ സൈക്കിൾ കിട്ടുവാണ്. ആൻഡ് അഗൈൻ വൈ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഡിവൈസ് വാങ്ങിച്ചാൽ നമുക്ക് അത്രയും കാലം ഉപയോഗിക്കാം. ആൻഡ് ഓൾസോ ഇപ്പം എല്ലാ കമ്പനീസും ഐ തിങ്ക് ഇപ്പം വേസ്റ്റ് റിഡക്ഷൻ ചെയ്യാനുള്ള ഒരു ഇതാണ് എല്ലാ കമ്പനിയും, എസ്പെഷ്യലി ആപ്പിൾ നോക്കിയാൽ എല്ലാവരും കാർബൺ ന്യൂട്രൽ ആവാനും ലോകത്ത് വേസ്റ്റ് കുറയ്ക്കാനും ഉള്ള ഒരു ഇതിലാണ്. സോ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ദിസ് ഇസ് യൂസ്ഫുൾ. കാര്യം 2025 വരെ നമുക്ക് 2025 to 7 വരെ നമുക്കൊരു സാധനം ഉപയോഗിക്കാമെങ്കിലേ അത്രയും കാലം നിങ്ങൾ പുതിയൊരു പ്രോസസ്സർ വാങ്ങി ഡിസ്കാർഡ് ചെയ്യേണ്ട. സോ എൻവയൺമെൻ്റലി കൈൻഡ് ഓഫ് ബെറ്റർ ആണ്. ആൻഡ് ഇറ്റ്സ് ഗുഡ് കമ്പനീസ് ലൈക്ക് AMD ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വേറെ ഒത്തിരി കാര്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോസസ്സർ ഇറക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾ ദി മോർ ബെറ്റർ. സോ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ആൻഡ് ഗോ ബോയ്സ്, വേറെ എന്തൊക്കെയാണ് പറ്റുന്നത്? വേറെ ഇനി നമ്മൾക്ക് Ryzen 9 ആണ് നമ്മൾ നോക്കുന്നത് മെയിനായിട്ട്. അവരെ ദി മോസ്റ്റ് കൺസ്യൂമർ ലൈക്ക് ഫോർ ദ ബോളേഴ്സ് അല്ലെങ്കിൽ ബോളേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സറാണ് Ryzen 9 9950X-ഉം പ്രീവിയസ് ജെൻ Ryzen 9 5950X-ഉം ആണ്. അപ്പോൾ ആ പ്രീവിയസ് ജെനിലെ ബെസ്റ്റ് പെർഫോമറും ഈ അടുത്ത് വരാനിരിക്കുന്ന ബെസ്റ്റ് പെർഫോമറായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് അത്. സോ കോർ കൗണ്ട് ഇപ്പോഴും നോക്കുകയാണെങ്കിൽ അത് 16 കോറാണ് ഇപ്പോഴും. ത്രെഡ് കൗണ്ട് വന്നിട്ട് 32 തന്നെയാണ്, ഒരു മാറ്റമില്ല ആ 2 കാര്യങ്ങളിൽ. ബട്ട് ബേസ് ക്ലോക്ക് സ്പീഡ് വന്നിട്ട് 0.2 MHz കൂടിയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് നേരത്തെ വന്നിട്ട് 4.3 GHz. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന 7950X-ന്
4.5 GHz ആണ് വരുന്നത്. അത് കഴിഞ്ഞ് ബൂസ്റ്റ് ക്ലോക്ക് നോക്കുകയാണെങ്കിൽ 5.7 GHz, നെക്സ്റ്റ് വരാനിരിക്കുന്നതിലും 5.7 GHz ആണ് ഉള്ളത്. L3 ക്യാഷിലും ഒരു മാറ്റവും ഇല്ല, നേരത്തെ പോലെ 80 MB തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വരാനിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ആണ്. ആകെ ഇപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ആകെ ബേസ് ക്ലോക്ക് മാത്രമേ മാറിയിട്ടുള്ളൂ. ബേസ് ക്ലോക്ക് എത്ര ഇപ്പോൾ 4.3 നിന്ന് 4.5 പോയിട്ടുണ്ട് ബേസ് ക്ലോക്ക് സ്പീഡ്. ക്യാഷ് സെയിം ആണ്. സോ ബേസിക്കലി കുറച്ചുകൂടി ക്ലോക്ക് സ്പീഡ്സ് ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ജനറേഷൻ റൈസണിൽ എനിക്ക് വേണ്ട ഒരു റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇസ് മെമ്മറി സ്റ്റെബിലിറ്റി. ഓക്കെ, കാരണം റൈസൺ 7000 സീരീസ് നമുക്ക് ഉണ്ടായിരുന്ന ഒരു മെയിൻ പ്രശ്നം ഇസ് മെമ്മറി സ്റ്റെബിലിറ്റി. റൈസൺ 7000 ഒത്തിരി ബയോസ് അപ്ഡേറ്റിന് വേണ്ടി ഒന്നും മെമ്മറീസ് സ്റ്റേബിൾ ആക്കാനും കൂടുതൽ സ്പീഡുള്ള റാം ആൾക്കാർ വാങ്ങുന്നുണ്ടെങ്കിലും AMD ഇപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്നത് അത്രയും സ്പീഡ് ഉപയോഗിക്കുന്നതാണ്. സോ അങ്ങനെ കുറേ സീനുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ബെറ്റർ ആക്കി കുറച്ചുകൂടി മെമ്മറി സ്റ്റേബിളായി കിട്ടിയാൽ വിൽ ബി ഓൾ ദ മോർ ബെറ്റർ. കാര്യം മെമ്മറി സ്റ്റെബിലിറ്റി ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാര്യം PC 6000 MHz 6000 MHz റാം വാങ്ങിച്ചിട്ടിട്ട് അത് കാരണം ബ്ലൂ സ്ക്രീൻ അടിച്ച് നമുക്ക് 5200 അല്ലെങ്കിൽ 4800 പോകുന്നത് ഇസ് കൈൻഡ് ഓഫ് സാഡ്. സോ അതൊന്ന് AMD സോർട്ട് ചെയ്ത് തന്നാൽ ഓൾ ദ മോർ ബെറ്റർ. പിന്നെ നമ്മൾ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇനി അവരെ Zen 4 ഇറക്കാൻ പോകുന്ന 5000 സീരീസ് ചിപ്പിനെ കുറിച്ചാണ്, വിച്ച് ഈസ് XT സീരീസ്. അപ്പോൾ അവർ അടുത്ത് ഇറക്കാൻ പോകുന്നത് Ryzen 9 5900 XT ആണ്. അത് വന്നിട്ട് 16 കോറാണ്. Ryzen 9 5900X വെച്ച് കൺഫ്യൂസ് ചെയ്യരുത്. അത് 12 കോറും ഈ ഇറങ്ങാൻ പോകുന്ന 59000 XT 16 കോറുമാണ്. സോ ഇപ്പോൾ 5900 9900 9950 XT അല്ലേ? 9900 9950 XT അല്ലേ ഇപ്പോൾ പ്രോസർ? 5900 XT ആണ്. അല്ല, അത് M4 M5 M5 ഐ തിങ്ക് ആണോ 9900 XT. ഈ നമ്പർ കേട്ടത് കൺഫ്യൂഷൻ വളരെ കൺഫ്യൂഷൻ ആണ്. ഇവരെ സ്കീം ഇച്ചിരി മാറ്റി പിടിക്കുന്നത് എന്തായാലും നന്നായിരിക്കും. AMD നെയിമിംഗ് സ്കീമില്ല, നിങ്ങൾ സെർച്ച് ചെയ്യണമെന്നുണ്ട്. ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണെന്നറിയോ. ഈ റൈസൺ ഇപ്പം പണ്ട് 5000 സീരീസ് ആയിരുന്നു. ഇപ്പോൾ ആൾക്കാർ വിചാരിക്കുക Ryzen 5 ആണെന്ന്. ഇപ്പോൾ 7000 സീരീസ് ഇറക്കുമ്പോൾ അവർ വിചാരിക്കുക അതല്ല Ryzen 7 ആണെന്ന്. 9000 സീരീസ് ഇറക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുക അല്ല Ryzen 9 ആണെന്ന്. അങ്ങനെയല്ല ഗൈസ്, മൊത്തം 3 ഉണ്ട്. 3 അല്ല, ഓരോ എല്ലാ ജനറേഷൻ്റെയും ഫസ്റ്റ് പേര് അത് ഏത് ജനറേഷനാണ്. 5 തുടങ്ങിയ Ryzen 5 ആണെന്നല്ല, അത് 5000 ജനറേഷനാണ്. 7 തുടങ്ങിയ 7000 ജനറേഷൻ. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ പറയുന്നത് ഏത് ജനറേഷനാണെന്നും പിന്നെ അത് കഴിഞ്ഞുള്ള നമ്പേഴ്സാണ് വരുന്നത് പറയുന്നത് ഇത് എന്ത് സീരീസ് ആണെന്നും. ഫോർ എക്സാമ്പിൾ Ryzen 5 ആണെങ്കിൽ എന്തായിരുന്നു 5500 ഇങ്ങനെ പറയാൻ പറ്റില്ലോ, 5600 ഇല്ലേ, 57. ഓക്കെ, ഇത് ഗൈസ് ഇറ്റ്സ് ഗോൺ. ഓക്കെ, ഇറ്റ്സ് ഗോൺ. ഓക്കെ, ഇത് ഇങ്ങനെയൊക്കെ ആരോടെ എനിക്ക് പേരിട്ടെ. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ അത് വന്നപ്പോഴാണ് നമ്മളുടെ കുറച്ച് ഹയർ അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രിക്ട് ടെക്നിക്സ് ഉള്ളത്. ആലം ബ്രോ, നീ ആഴ്ച എന്താണ് കണ്ടുപിടിച്ചത് ടെക്നിക്? അങ്ങനെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. എന്തായാലും ചെറുതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്യാൻ മാത്രമല്ല, ഞാൻ മെയിൻലി ഇങ്ങനെ എഡിറ്റിങ് കാര്യങ്ങൾ. പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു, നീ പറയുന്ന ഓഡിയോ ഒക്കെ പൊക്കിന്നുണ്ടല്ലോ അല്ലേ ഗൈസ്? നമ്മുടെ ഓഡിയോ ലെവൽസ് ഫൈൻ ആണല്ലോ അല്ലേ? അഖിൽ ബ്രോ, ഓഡിയോ ലെവൽസ് ഒക്കെ ഫൈൻ ആണോ? ഓക്കെ, പ്രീമിയർ പ്രോയിലെ അത് എൻ്റെ അടുത്ത് അനുരാഗ് ബ്രോ പറഞ്ഞത് ഞാൻ ആ കാര്യം വന്നത്. അതായത് പ്രീമിയർ പ്രോയിൽ ഇനി നമ്മൾ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പല റെസ്ട്രിക്ഷൻസും വരാൻ സാധ്യതയുണ്ട്. അതായത് ചില കണ്ടന്റ്സ് ഒന്നും നമുക്കെങ്ങനെ ചെയ്യും. ഇപ്പൊ മീംസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ചില കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് എന്നൊരു ന്യൂസ് ഞാൻ കേട്ടാൽ. ആൻഡ് സോ അതിനെപ്പറ്റി നിന്റെ ഫീലിംഗ് എന്താണ്? ലൈക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഫോർ ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എക്സ്പ്ലിസിറ്റ് കണ്ടന്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് കരിക്കുന്ന വേണ്ടി കാര്യം ഓർമ്മ നാടിൻ്റെ പുണ്യമനെ കിട്ടുന്ന വിവാദങ്ങൾ ഞങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുത്തു പിന്നെയാണ് പറഞ്ഞത് അവൻ ഇതായിരുന്നു. സോ എടാ ഇങ്ങനെ അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിനകത്ത് ആൾക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ചെയ്യുന്ന വർക്ക് ആൾക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി റെസ്ട്രിക്ഷൻസ് വരുന്നതെന്ന് പറയുമ്പോൾ നിന്റെ ഫീലിംഗ് എന്താണ്? ഈ ആൾക്കാരുടെ സുരക്ഷയെ ബാധിക്കാൻ മാത്രമുള്ള എന്ത് കണ്ടന്റാണ് നമ്മൾ അതിൽ എഡിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. അല്ല, ഇപ്പൊ നമ്മള് മോർഫ് ചെയ്യുന്നത് അതുപോലത്തെയൊക്കെ പരിപാടിയാണെങ്കിൽ ഓക്കെ, നമുക്ക് പിന്നെയും ചിന്തിക്കാം. പക്ഷെ എന്നാലും ടൂ മച്ച് ഓഫ് ഇതുപോലത്തെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ നല്ല രീതിക്ക് ബാധിക്കും. പ്രത്യേകിച്ച് ഇതുപോലെ മീം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മീം ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞില്ല, ബട്ട് ഒഫെൻസീവ് മീംസ് ഒഫെൻസീവ് ആണല്ലോ നമ്മുടെ ഒരു. അപ്പോൾ നിന്റെ ടേക്ക് എന്താണ് അതിലകത്ത്? നമ്മുടെ കണ്ടന്റ് ഇനി വരാൻ പോകുന്ന കണ്ടന്റ് മോണിറ്റേർഡ് ആവുമെന്ന് കേൾക്കുന്നു, അതിൽ നിന്റെ ടേക്ക് എന്താണ്?
വൺ വേ ഇറ്റ്സ് ഗുഡ്, ബട്ട് സ്റ്റിൽ നമുക്കൊരു ഫ്രീഡം ഇല്ലാത്തതുപോലെയൊക്കെ തോന്നുന്നു. ബട്ട് മോണിറ്റർ ചെയ്യുന്നത് നല്ലത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒഫെൻസീവായിട്ട് എന്തെങ്കിലും മീൻസ് ഭയങ്കര ഒഫെൻസീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനൊരു ഇതുള്ളത് നല്ലതാണ്. ബട്ട് സ്റ്റിൽ എന്ത് ചെയ്താലും മറ്റേ പൊക്കാൻ വേണ്ടി ഇത് നിൽക്കുന്നത് വേറൊരു സൈഡും ഉണ്ടല്ലോ, രണ്ട് വശമുണ്ട്. അതുകൊണ്ടാണ് ഒരു സൈഡ് ഓക്കെയാണ്, ബട്ട് അതിനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചൊന്നും പറയില്ല അതിനെക്കുറിച്ച്. അതെ, നിന്നെ എന്താണ് എന്നെ ഒപ്പീനിയൻ? വളരെ മോശം തീരുമാനമാണ് അഡോബി എടുത്തതെന്ന് ഞാൻ പറയുള്ളൂ. എന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞതെന്നും കൂടെ പറയണം. എന്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? ഞാൻ പെർ മന്ത് ഓർ പെർ ഇയർ ഒരു 1000-10,000 ചേട്ടാ എത്രയാണ് കൊടുക്കുന്നത്? ചേട്ടാ ഇവിടെ ആയിരങ്ങളാണ് ഇവിടെ അഡോബിക്ക് വേണ്ടി ചിലവാക്കുന്നത്. ആ നമ്മൾ 1000 രൂപ ലൈക്ക് ആയിരങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഹാർഡ് ഏൺ മണി അവർക്ക് വേണ്ടി അവരെ സബ്സ്ക്രിപ്ഷൻ അവരെ സർവീസിന് നമ്മൾ കൊടുക്കുമ്പോൾ അവർ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യം തലയിട്ട് നോക്കി അത് മോണിറ്റർ ചെയ്യുന്നതാണ് ഞാൻ ചോദിക്കുന്ന കാര്യം. ശരി, അവർക്ക് നല്ല ഇന്ത്യൻ കാര്യങ്ങളുണ്ടാവാം, ബട്ട് അഗെയിൻ ഞാൻ അവരെ സർവീസിന് വേണ്ടിയാണ് പേ ചെയ്തത്, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അവർ തലയിട്ട് നോക്കാൻ. അത് ശരി, അത് വേണ്ട. ഇപ്പം നമുക്കത് ചെയ്യാനുള്ള ഓപ്ഷൻ തരണം, പക്ഷെ അത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് റിമൂവ് ചെയ്യാനുള്ള ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ബട്ട് ആ ഒരു സർവീസിൻ്റെ അകത്ത് ഇപ്പോൾ ഇതുപോലെ സോഫ്റ്റ്വെയറിനകത്ത് അത് ചെയ്യുന്നതിന് അവർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതത്ര ശരിയാണ്. എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഡിഫറൻസ് എന്ന് വെച്ചാൽ അഡോബി ഇപ്പം നമ്മൾ ചെയ്യുന്ന അവർക്ക് മോട്ടർ എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ പണ്ട് നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഞാൻ ഡെവലപ്പ് സർട്ടിഫിക്കറ്റ് പോലെ ഞാൻ അതിൻ്റെ ഒരു രണ്ട് സൈഡ് നോക്കി പറയുകയാണ്. പണ്ട് നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ചാണ് ഫോട്ടോഷോപ്പ് ചെയ്യുന്നത് അല്ലേ, ഫുള്ളി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ റിസോഴ്സ് ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ റിസോഴ്സ് മാത്രമല്ല ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു അവർ മോണിറ്റർ ചെയ്യുന്നത് പറഞ്ഞതും വർക്ക് ലോഡ്സാണ്. കാര്യം ഉപയോഗിക്കുമ്പോൾ നമ്മൾ വേറൊരു സെർവറിൽ നിന്നാണ് പിങ് ചെയ്തിട്ട് അതിൽ നിന്നാണ്. അപ്പോൾ പ്യുവർലി നമ്മുടെ പവറല്ല. നമ്മൾ എന്ത് പ്രോഡക്റ്റ് സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് മാറിയാലും പിന്നെ വി നോ ലോങ്കർ ഓൺ ഇറ്റ്. നമ്മളല്ല ഓൺ ചെയ്ത് നമ്മളത് ഉപയോഗിക്കാനുള്ള റൈറ്റ് തൽക്കാലത്തേക്ക് വാങ്ങുന്ന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ വേറൊരു സെർവറിൽ നിന്ന് ഇൻഫർമേഷൻ നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്ക് അവർക്ക് എന്താ ലാഭം? സോ പ്രോബ്ലം ചിലപ്പോൾ അവർക്ക് പറയാം നിങ്ങൾ ഇപ്പം ഞാൻ ചെയ്യുന്ന എത്ര 2,999 പെർ മന്താണ് അഡോബിയുടെ സബ്സ്ക്രിപ്ഷൻ. ചിലപ്പോൾ അവർക്ക് പറയാം ഞങ്ങളുടെ ഈ റെസ്ട്രിക്ഷൻസ് കുറയ്ക്കണമെങ്കിൽ നിങ്ങളൊരു 5,999 തന്നു, അല്ലെങ്കിൽ 2,999 ആണെങ്കിൽ നിങ്ങൾക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാമെന്ന് പറയാം. സോ നമ്മളിപ്പം ഒന്നും ലോക്കലി അല്ല കമ്പ്യൂട്ടേഴ്സ് നടക്കുന്നത്, എല്ലാം റിമോട്ട് സർവേഴ്സിലും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ അവരുടെ സൈഡിൽ നിന്ന് അവർക്കും ഇതൊക്കെ റൺ ചെയ്യിപ്പിക്കാനുള്ള കോസ്റ്റ് കൂടുതലാണ്. കാര്യം ഇപ്പോൾ അവർ AWS ആമസോൺ വെബ് സർവേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ക്ലൗഡ് സർവീസൊക്കെ വെച്ചിട്ടായിരിക്കും ഇതൊക്കെ റൺ ആവുന്നത്. സോ അവർക്ക് റണ്ണിങ് കോസ്റ്റ് കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റണ്ണിങ് കോസ്റ്റ് കൂടുമ്പോൾ ഇതെങ്ങനെ മീറ്റ് ചെയ്യുന്നത്? അതായത് അവരുടെ റണ്ണിങ് കോസ്റ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ ഒത്തിരി കൂടി വാങ്ങിച്ചാൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ ഡേറ്റ് വയ്ക്കാൻ പറ്റും. നമ്മൾ ഡേറ്റ് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യുന്നത് കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യാനെന്നില്ല. സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ എനിക്ക് തോന്നുന്നു 1 or 2 things will happen. ഒന്ന്, ആൾക്കാരുണ്ടാക്കുന്ന കണ്ടന്റ് ചിലപ്പം ആരെങ്കിലും കാണുന്നുണ്ടല്ലോ എന്ന പേടിയിൽ ചിലപ്പോൾ നൈസാവും. അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ ഓപ്പൺ സോഴ്സ് കാര്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നോക്കിയിട്ട് ഇപ്പോൾ എമൗണ്ട് ഓഫ് നെക്സ്റ്റ് യൂസേഴ്സ് കൂടി. അപ്പോൾ ആൾക്കാർ ഓപ്പൺ സോഴ്സ് ഇപ്പം എനിക്ക് തോന്നുന്നു അഫിനിറ്റി ഡിസൈനർ എന്നൊരു സാധനമുണ്ട് ഫോട്ടോഷോപ്പിൻ്റെ കോമ്പറ്റീറ്റീവ് ആയിട്ട്. ഒരു 1 time പേയ്മെൻറ്റേ ഉള്ളൂ, ബാക്കി എല്ലാം ഫ്രീ ആണ്. സോ ചിലപ്പം ഇങ്ങനെയുള്ള ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോംസ് കൂടുതൽ വരും. നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തുകൊണ്ടും ചെയ്യാൻ മാറി നോക്കിയാൽ. പക്ഷേ പിന്നെ ഒരു സെറ്റ് സൈഡിൽ കാണും കമ്പനീസ് പറയും നിങ്ങൾ നമ്മുടെ പവർ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തായാലും നോക്കും. ബട്ട് ഞാനിപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ലൈക്ക് ഇതിപ്പം ഫോട്ടോഷോപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിപ്പോൾ അവരുടെ എല്ലാ സോഫ്റ്റ്വെയർസിലും ഇനിയിപ്പോൾ അത് കൊണ്ടുവരുമായിരിക്കുമല്ലോ, ഇപ്പോൾ പ്രീമിയർ ആണെങ്കിലും. അപ്പം നമുക്ക് ലൈക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒരു മൂവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന പോലെ ഒരു പാർട്ടോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം ഇവരുടെ കയ്യിൽ നിന്ന് ലീക്ക് ആവത്തില്ല എന്ന് എന്ത് ഉറപ്പുണ്ട്? അങ്ങനെയാണെങ്കിൽ അവർക്കത് മോണിറ്റർ ചെയ്യാൻ ആക്സസ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് ലീക്ക് ചെയ്യാനുള്ള ആക്സസ് അവർക്കില്ലേ? ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ കയ്യിൽ കൂടുതൽ പവർ വരുമ്പോഴത്തേക്ക് ഐ തിങ്ക് ഇത് അവരെക്കാട്ട് മൂവി കമ്പനീസിനെക്കാളും ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഫോർ എക്സാമ്പിൾ ആർക്കും ഇപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ യൂട്യൂബിൽ ഒരു സിനിമയുടെ ക്ലിപ്പ് എടുത്ത് അപ്ലോഡ് ചെയ്താലും യൂട്യൂബ് പിടിച്ചാൽ പോയില്ലെങ്കിൽ മറ്റേത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഡിറ്റക്ട് ചെയ്ത് പറയും ഇത് കോപ്പിറൈറ്റ് കണ്ടന്റാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന്, ചിലപ്പോൾ അങ്ങനെ പറയും. ബട്ട് എനിക്ക് തോന്നുന്നു അവർ മോർ ഓഫ് ആപ്പിൾ മെത്തേഡായിരിക്കും അവർ യൂസ് ചെയ്യണം. കാരണം ആപ്പിളിൻ്റെ ഒരു ഇതുണ്ട്, ഐ തിങ്ക് മേ ബി യൂസിൽ മാത്രമായിരിക്കും ഇത് കാണുന്ന, മേ ബി റൂമറായിരിക്കാം. ബട്ട് ഞാൻ കേട്ടെടുത്തോളം ഈ കിഡ്നാപ്പ് ചെയ്യാൻ പെടുന്ന സാധ്യത ഉള്ള കൊച്ചുങ്ങളെ ഫേസും പിന്നെ ബാക്കി CPU പോലത്തെ കാര്യങ്ങളൊക്കെ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഒരു ഡേറ്റാ ബേസ് ഉണ്ട്. അപ്പോൾ ഇത് iCloud സ്കാൻ ചെയ്യുന്നതാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇത് സ്കാൻ ചെയ്ത് ദെൻ അത്
ട്രിഗറായ മാത്രം അടുത്ത് അവർ ആപ്പിൾ അവരതൊന്നും ഇത് ഉള്ളതാണെന്നോ എനിക്ക് അറിഞ്ഞൂടാ, ഇത് വെരിഫൈ ചെയ്ത കാര്യമല്ല, അവര് ആപ്പിൾ സ്റ്റാഫ് അത് ഹാൻഡ് പിക്ക് ചെയ്ത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ അത് വേറൊരാൾ കാണുന്നുള്ളൂ. മേ ബി അങ്ങനെ ആയിക്കൂടെ. അത് ആക്ച്വലി അല്ല, അത് റൂമറില്ല കേട്ടോ, ശരിക്കും ആപ്പിളിനകത്ത് അങ്ങനെ ഒരു ഐക്ലൗഡിനകത്ത് സാധനം ഫോർ എക്സാമ്പിൾ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എല്ലാ ഫോട്ടോയും ആപ്പിളിന്റെ AI സെർവർ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഓൾസോ ഇതിനകത്ത് പിള്ളേരുടെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റത്തിനകത്ത് പോയിട്ട് എന്ത് പറയും, ഇത് എൻഡേഞ്ചർ ആയിട്ടുള്ള ചൈൽഡ് അബ്യൂസിന് ഒരു വിക്ടിമായ കൊച്ചാണോ എന്ന് അത് കണ്ടുപിടിച്ചിട്ട്, അങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഉടനെ അതിനെ എന്ത് ചെയ്യും, അത് എന്തായിരുന്നു അവരുടെ ഒരു സെക്കൻഡ് ലെയർ ഓഫ് ഇതിലേക്ക് പോയിട്ട് പിന്നെ അത് അവർ FBI ഇൻഫർമേഷൻ ഹാൻഡ് ഓവർ ചെയ്യും. അവിടെയും ഒത്തിരി പേരിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടാകും. ആപ്പിൾ ഇത് പറഞ്ഞു തുടങ്ങിയത് ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് പിള്ളേരെ പ്രൊട്ടക്ട് ചെയ്യാൻ, പിള്ളേർ ചൂഷണപ്പെടാതിരിക്കാൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ആണിപ്പോൾ ഞാൻ പറയണം നാളെ ഓഫീസിൽ ഇങ്ങനെ റൂളുണ്ട്, ഇത് പിള്ളേരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ആരും നോ പറയത്തില്ല അല്ലേ. കാര്യം അപ്പം നമ്മൾ അപ്പം ആ പ്രൈവസി കൺസേൺ അഗേൻസ്റ്റ് നോ പറയുന്ന എല്ലാവരും കുട്ടിക്ക്, അല്ലെങ്കിൽ അവരെല്ലാം ഒരു ബാഡ് ആൾക്കാരെ. സോ അങ്ങനെ ഒരു കേസ് അങ്ങനെ വെച്ച് പറയുമ്പോൾ നോ പറയത്തില്ല എന്നൊരു പോയിന്റിലാണ്. ഇതായിരുന്നു ഈ പ്രോഗ്രാം ആപ്പിൾ ഫസ്റ്റ് ഉള്ളതുള്ള ക്രിറ്റിസിസം. അഗൈൻ ഗുഡ് യൂസസ് ഉണ്ട്. കാര്യം ഇപ്പം ഇതിൻ്റെ ഗുഡ് സൈഡ്സ് ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒത്തിരി പേര് സേഫ് ആവാം. പക്ഷെ പിന്നെ ഫ്ലാഗിങ് ഇഷ്യൂസ് ഉണ്ടാവും. ചിലപ്പോൾ AI തെറ്റിപ്പോയിട്ട് ആരെങ്കിലും ഫ്ലാഗ് ചെയ്താലും ഇതാവും. അതുകൊണ്ടായിരിക്കും അവര് സെക്കൻഡ് ലെയർ ആപ്പിൾ സ്റ്റാഫിനെ വെച്ചിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത് ചെയ്യുന്നത്. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെയൊക്കെ ഫോണിനകത്തൊരു സാധനം അറിയോ, ആപ്പിൾ ഫോൺസിന് ട്രസ്റ്റ് സ്കോർ എന്നൊരു സാധനം ഉണ്ട്, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പോൾ ആപ്പിൾ അത് പബ്ലിക് ആക്കിയില്ല, പണ്ട് നമ്മുടെ പ്രീവിയസ് അപ്ഡേറ്റ്സ് അത് പബ്ലിക് ആയിരുന്നു. ട്രസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോൺ വെച്ച് എത്ര IDs ഉണ്ടാക്കിയിട്ടുണ്ട്, ആ എത്ര IDs നമ്മൾ നമ്മുടെ പേര് ഉപയോഗിച്ചു, അല്ല നമ്മൾ വേറെ ഇപ്പം എൻ്റെ ഫസ്റ്റ് പേര് ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും കൊടുത്തേക്കുന്നത്, ലാസ്റ്റ് പേര് വേറെ കൊടുത്താണ് ഞാൻ ചെയ്തേക്കുന്ന കാര്യം അവർക്കറിയാലോ. ആ നമ്മൾ ഫോണിനല്ലേ ഫോം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോഴും നമ്മൾ വേറെ പേര് വേറെ മെയിൽസ് കൊടുത്താണെങ്കിൽ ട്രസ്റ്റ് സ്കോർ വന്നുകൊണ്ടിരിക്കും. സോ കൈൻഡ് ഓഫ് ആപ്പിളിന് അവരുടെ യൂസേഴ്സ് എത്ര ലെജിറ്റാണ് അല്ലെങ്കിൽ മെഷർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ആയിട്ടായിരുന്നു അത് ഇരുന്നത്. ഇത് ആദ്യം പബ്ലിക് ആയിരുന്നു, ഇപ്പോൾ ട്രസ്റ്റ് സ്കോർ അവർ ജനറലി നിന്ന് മാറ്റി. സോ അവർ തന്നെ നമ്മളെ എത്ര സസ്പെക്ട് ചെയ്യുന്നു നമുക്ക് പണ്ട് അറിയാൻ പറ്റുമായിരുന്നു. സോ ഇങ്ങനെയൊക്കെയാണ് പ്രൈവസി. അപ്പോൾ അത് ചോദിച്ചത്, അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പോലെ ലീക്സോ അല്ലെങ്കിൽ പല കാര്യങ്ങളും മോണിറ്റേർഡ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഐ തിങ്ക് അത് ഞാൻ വായിച്ചപ്പോൾ AI യൂസ് ചെയ്യുമ്പോൾ മാത്രം അവർ മോണിറ്റർ ചെയ്യുന്ന ഞാൻ കേട്ട. അവരെ AI യൂസ് ചെയ്യുമ്പോൾ മാത്രം മേ ബി നോർമൽ എഡിറ്റിങ്ങിന് അവർ ചിലപ്പോൾ ഇന്റർഫിയർ ചെയ്യുകയില്ലായിരിക്കും. ഇപ്പോൾ ഇന്നാണോ ഇന്നലെ അറിയില്ല, ഞാൻ ഇത് കണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ GTA 6 ഒരു ലീക്ക് വന്നായിരുന്നു, യൂട്യൂബിലാണ്. അതും എത്രയോ 30 seconds പോലും നിന്നില്ല, അതിന് മുന്നേ തന്നെ അവിടെ എടുത്ത് ഇത് ചെയ്തു താഴെയാക്കി. പക്ഷേ റോക്ക് സ്റ്റാറിൻ്റെ സൈഡിൽ നിന്നല്ല പ്രശ്നം വന്നത്, യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നാണ്. യൂട്യൂബിന് ഇപ്പോഴും അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഇത് എവിടെ നിന്നാണ് ഇത് ലീക്കായെന്ന് അവർക്ക് ഇപ്പോഴും ഇത് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ ഏത് സെക്ഷനിൽ നിന്നാണ് ഇത് പോകുന്നതെന്ന് അവർക്ക്. പക്ഷേ പോയത് പറഞ്ഞാൽ റോക്ക് സ്റ്റാർ ലോഞ്ച് ചെയ്ത രീതിയിൽ തന്നെയാണ് സാധനം പോയത്. അതിൽ നിന്നൊരു 3-4 സ്ക്രീൻഷോട്ട് മാത്രമേ ഔട്ടായിട്ടുള്ളൂ, ബാക്കി അപ്പോഴത്തേക്കും അവർ ഇത് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ യൂട്യൂബ് ഇപ്പോഴും അതിന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെ ഇത് ലീക്കായി എന്നാണ് അവർക്കും അറിയത്തില്ല, യൂട്യൂബിനും അറിയത്തില്ല എങ്ങനെ ലീക്കായെന്ന്. കണ്ടന്റ് ലീക്ക് ആവുന്ന എനിക്ക് തോന്നുന്നത് അഗൈൻ GTA 6 ഹാക്ക് അത് പറയുന്നത് നിങ്ങൾ GTA 6 മറ്റേ ഹാക്ക് ഒരു കൊച്ചു പൈനൽ ഹാക്ക് ചെയ്ത് പറഞ്ഞ പ്രശ്നമല്ലോ. സോ ഇത് ഇസ് കൈൻഡ് ഓഫ് നിങ്ങൾക്ക് ആ ബേസിക്കലി ഹാക്കിനെ പറ്റി എന്താ തോന്നുന്നത്? GTA 6 അവിടെ ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങളുടെ ഇനീഷ്യൽ ഒപ്പീനിയൻ? ലൈക്ക് അതൊരു ഹാക്ക് അല്ല, ലൈക്ക് മോർ ഓഫ് എ ഹാക്ക് എന്ന് പറയാം, ബട്ട് മോർ ഓഫ് എ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ അത് മേ ബി അവരുടെ സ്റ്റാഫിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തില്ലായിരിക്കാം. മേ ബി അവരുടെ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധത്തിലാണ് അത്രയും ലീക്ക് ആവാൻ കാരണം. ആ സ്ലാക്ക് അക്കൗണ്ട് കോംപ്രമൈസ് ആയാലാണ് ഇത്രയും സംഭവിച്ചത്. മേ ബി ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു സോഷ്യൽ എഞ്ചിനീയറിന് ആരുമാണോ ഇതാ ലൈക്ക് വീണു പോവാം. ഓൾസോ ആ പയ്യന് കൊടുത്തത് ലൈഫ് ഇൻ ഹോസ്പിറ്റലൈസേഷൻ ആണ് കൊടുത്തത്. പിന്നെ പുള്ളിക്കാരന് ഇതിനോട്ട് ലൈക്ക് PC യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, അത് ലൈക്ക് അതാണ്. അപ്പോൾ അവന് ലൈഫ് ഇൻ ഫുൾ ടൈം അവനെ ഹോസ്പിറ്റലിനകത്ത് തന്നെ സ്പെൻഡ് ചെയ്യണം. കാര്യം അവൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് അവന് സൊസൈറ്റിയിൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലല്ല അവനെന്ന് തെളിഞ്ഞുകൊണ്ടാണ് അവന് കൊടുത്തത്. സോ നിങ്ങളുടെ തോട്ട് എന്താണ് അവന് ആ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തത്? നന്നായോ അതോ എന്താണ്? നന്നായെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മെൻ്റലി അൺസ്റ്റേബിൾ ആയ ഒരാൾക്ക് മേ ബി അതായിരിക്കും ബെറ്റർ. ഒരു നോർമൽ ഒരു എന്താ പറയുക സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾക്കാരിലും ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾക്ക് മേ ബി ഇതേപോലെ ഒരു 24/7 ഹോസ്പിറ്റലൈസ്ഡ് എൻവയോൺമെന്റ് ആയിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. അതാണ് എൻ്റെ ഒരു അത് റിക്കവർ ആവാൻ പറ്റാത്ത രീതിയിലുള്ള ലെവലായിരുന്നു പുള്ളിയുടെ മെന്റൽ ഹെൽത്ത്. സോ അതാണ് ആണെങ്കിലും ഓക്കെ, പക്ഷേ
അത് ചിലപ്പോൾ കൂടാനും ചാൻസ് ഇല്ലേ? ഇല്ല അവന് ആ പണിഷ്മെന്റ് കൊടുക്കാൻ കാര്യം മീൻസ് അവൻ്റെ അടുത്ത് ഫസ്റ്റ് ജൂറി ട്രയലെല്ലാം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ നീ ഇത് നിർത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഫസ്റ്റ് കാര്യം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഞാൻ തിരിച്ച് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഹാക്കാണെന്നാണ് പറഞ്ഞത്. സോ അവന് ഭയങ്കര ഹാക്കിംഗ് ഇത് ആൻഡ് ഓൾസോ ഈ ഒരു സെറ്റ് ഓഫ് ഹാക്കേഴ്സ് ഉണ്ട്, അവർ ഹാക്ക് ചെയ്യുന്നത് പ്രൈഡിന് വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഇത് ചെയ്ത് കാണിക്കുന്നതാണ്. പക്ഷേ ഇവരുടെ ടീം ചെയ്തത് ഫുൾ പൈസയ്ക്ക് വേണ്ടിയാണ്. അവർ പറഞ്ഞത് റോസ്റ്റർ ഗെയിംസിന് എത്ര $50 million കൊടുത്തില്ലേ ഞങ്ങൾ ലീക്കാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ റോസ്റ്റർ ഒന്നും ശരി നിങ്ങൾ ലീക്ക് ചെയ്യാൻ കാര്യം അതെ. സോ അതാണ്. സോ നിങ്ങൾ ആ പയ്യൻ്റെ അവൻ ചെയ്തതിനെ ഒരു കൊള്ളാം കിടലം ഹാക്കറായിട്ടാണ് കാണുന്നത്. കാര്യം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഫയർ TV വെച്ച് ഹാക്ക് ചെയ്തു ഓഫീസിലെ. അവൻ്റെ എബിലിറ്റീനെ ഞാൻ ഓക്കെ ചെയ്യുന്നു, പക്ഷെ അവൻ ചെയ്ത കാര്യം തെറ്റ് തന്നെയാണ്. അവന് ചെയ്യാനുള്ള കഴിവുണ്ട്, അത് ഓക്കെ അക്സെപ്റ്റ് ചെയ്യാം. ആ പുള്ളിക്ക് ചിലപ്പോ ആ ഒരു രീതിയിലേക്കും പുള്ളി കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ പുള്ളിയുടെ മെന്റാലിറ്റി ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി വേണമെങ്കിൽ നല്ല കാര്യങ്ങൾ പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം പറ്റത്തില്ല. അതെ അതെ, പക്ഷെ പുള്ളി പറഞ്ഞ പുള്ളിക്ക് നന്നാവണ്ടെന്നതാ. സോ പിന്നെ കുറേ സെറ്റ് പേരൻസ് ഉണ്ടായിരുന്നു, കണ്ടോ ഈ ലോകത്തെ സിസ്റ്റം എത്ര വൃത്തിയുടെ സാധനമാണ്, ഒരു കൊച്ചിനെ ലൈഫ് ഇൻഷുറൻസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് നമുക്ക് ഹാക്കിങ്ങിൻ്റെ കേസോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഹാക്കിങ്ങോ അതേപോലത്തെ കാര്യമൊക്കെ ആകുമ്പോൾ അവിടെ കുട്ടി വലിയ ആൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം സ്കില്ലാണ്. ഇപ്പം സ്കില്ലാണ്. സോ സ്കില്ലിൻ്റെ കേസിനകത്ത് ആര് ഇങ്ങനെ ചെയ്താലും ഐ തിങ്ക് ദേ ഡിസേർവ് ടു ബി പണിഷ്ഡ്. കാര്യം ഒന്ന് അവന് നന്നാവാൻ തീരുമാനമില്ലായിരുന്നു, പിന്നെ രണ്ട് അവൻ റോസ്റ്റർ ഗെയിംസിൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ശരി നിങ്ങൾ പൈസ തന്നില്ലേ ഞങ്ങൾ ഇതൊക്കെ ഇതിന് നിങ്ങൾ ഫ്ലോറിഡ ജോക്കർ എന്ന് പറഞ്ഞ പുള്ളി കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഫ്ലോറിഡ ജോക്കർ എന്നൊരു പുള്ളി ഉണ്ട് കേട്ടോ. പുള്ളി റോസ്റ്റർ ഗെയിംസിനകത്ത് മറ്റേ ആ GTA ട്രെയിലറിനകത്ത് ഒരു ജോക്കറിനെ പോലെ പുള്ളി വരും മുഖത്ത് അങ്ങനെ. അപ്പം അതേപോലെ ഒരാൾ റിയൽ ലൈഫ് അങ്ങേരുടെ പേര് ഫ്ലോറിഡ ജോക്കർ എന്നാണ്, അങ്ങനെ വിളിക്കുന്നത് ഫ്ലോറിഡ ജോക്കർ. സോ അങ്ങേര് ഓരോ ദിവസം ടിക്ടോക്ക് വീഡിയോ ഇടും, റോസ്റ്റർ നിങ്ങളിത് നിങ്ങളുടെ അവസാന ചാൻസാണ്, നിങ്ങൾ നാളെ പൈസ തന്നില്ലെങ്കിൽ ഞാൻ ഇത് കേസാക്കുമെന്ന്. ഇങ്ങനെ അങ്ങേര് ഒരു 400 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു 2 മാസം കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ അവസാന ചാൻസാണെന്ന്. കാരണം അവര് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു $1 billion കമ്പനി, അവർ ലോയറും അതേപോലെ സ്ട്രോങ് ആയിരിക്കും. ഒരു കോമൺ മാനെ കൊണ്ട് എനിക്ക് തോന്നണില്ല അവരെ സൂ ചെയ്ത് അവരെ നിന്ന് പൈസ എടുക്കാൻ പറ്റും, നമ്മളെ നിന്ന് പൈസ പോയിരിക്കും. പിന്നെ വേറെ ഒന്ന് കണ്ടായിരുന്നു. സോ ലൈക്ക് ഇതൊരു സംഭവമാണ് പണ്ട് അറിയായിരുന്നു, നമ്മൾ GTA 5 ലോഡ് ചെയ്യാൻ നല്ല ടൈം എടുക്കുമായിരുന്നു. ലൈക്ക് ഫോർ എവർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഒരു 3, 4, 5 ചിലപ്പോൾ ഈവൻ 10 മിനിറ്റ് വരെ നമുക്ക് ഗെയിം ലോഡാൻ ടൈം എടുക്കുമായിരുന്നു. ബട്ട് വൺ ഡേ ഒരാൾ റീസെൻ്റ്ലി കോഡ് റിവ്യൂ ചെയ്യായിരുന്നു. നമുക്ക് ഇത് ലൈക്ക് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് നമുക്ക് കോഡ് റിവ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ പുള്ളിക്കാരൻ ഇതേപോലെ ലൈക്ക് ഒരു നോർമൽ ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ട് ലോഡിങ് ഇത്രയും ടൈം എടുക്കുന്നു എന്ന് പുള്ളിക്കാരൻ അറിയാൻ വേണ്ടി പുള്ളിക്കാരൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തു കോഡ് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് കണ്ടപ്പോൾ ഒരു C ഷാർപ്പിലാണ് കൂടുതലും ഗെയിം കോഡ് ചെയ്തിരിക്കുന്നത്. കോഡ് റിവ്യൂ ചെയ്തപ്പോൾ ലോഡിങ് സ്ക്രീനിൽ എവിടെയോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു മിസ്റ്റേക്ക് കാരണമാണ് ഇത് ഇത്രയും നേരം ലോഡാവാൻ എടുത്തിട്ടെ. പുള്ളിക്കാരൻ അത് ശരിയാക്കി അത് ലൈക്ക് അവരെ ഇൻഫോം ചെയ്തു, റോസ്റ്ററിനെ ഇൻഫോം ചെയ്തു. ഐ തിങ്ക് പുള്ളിക്കാരന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ഒരു റിവാർഡായിട്ട് കിട്ടി. 10 മിനിറ്റിൽ നിന്ന് അത് പിന്നെ ഒരു 1-2 മിനിറ്റായി മാറി. വെരി ഗുഡ് വെരി ഗുഡ്. സോ അതാണ്. സോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണോ രണ്ട് എറർ കണ്ടുപിടിക്കുമോ? നീ ക്യാപ്പ് 2 എറർ കണ്ടുപിടിക്കാം. എനിവേസ് ഇപ്പോൾ ലീക്ക് ആയതുകൊണ്ട് ഇപ്പോൾ GTA 6 അവർ പറഞ്ഞേക്കാം ലൈക്ക് ഈ സെപ്റ്റംബറിൽ അതിൻ്റെ ട്രെയിലർ ഗെയിം പ്ലേ ട്രെയിലർ വരുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആൻഡ് 2025 ഫോളിൽ ഗെയിം റിലീസ്. ഐ മീൻ ഈവൻ ഈ ലാസ്റ്റ് ട്രെയിലർ റിലീസ് ആയപ്പോൾ തന്നെ ലൈക്ക് അവര് ആ ട്രെയിലർ റിലീസ് ആവാൻ കാരണം തന്നെ ലീക്ക് കാരണം പറഞ്ഞ ടൈമിന് മുന്നേ ലീക്ക് ആയിപ്പോയി. അതാണ് അതുകൊണ്ട് തന്നെയാണ് അവര് ട്രെയിലർ അത്രയും ലൈക്ക് നേരത്തെ റിലീസ് ചെയ്യാനുള്ള കാര്യം. ഒപ്പീനിയൻ അബൌട്ട് PS5 ഗെയിംസ് എക്സ്ക്ലൂസീവ് അഭിരാം അപ്പോൾ വലുതായിട്ട് അങ്ങനെ പറയാൻ മാത്രം എക്സ്ക്ലൂസീവ് ഉണ്ട്. ബട്ട് അഗെയിൻ ഒരു നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഒരു 1-2 വർഷം കഴിയുമ്പം PC വരും. ഇപ്പോൾ തന്നെ ഗോഡ് ഓഫ് വാർ റാഗ്നറോക്ക് ലോഞ്ച് ആയോ വരാൻ പോകുന്നു തോന്നുന്നു. പിന്നെ മീ പേഴ്സണലി എനിക്ക് എക്സ്ക്ലൂസീവില് കളിക്കണമെന്നുള്ള റാച്ചറ്റ് ആൻഡ് ക്ലാങ്ക് ആണ്. അത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് PS5 മറ്റേ അവര് 8K എന്നുള്ള സാധനം സോണി മാറ്റി. അതൊരു മിസ്ലീഡിങ് തന്നെയായിരുന്നു. 8K നൈസായിട്ട് മാറ്റി അവർ 8K എന്നുള്ളത്. പിന്നെ നിങ്ങളെ അത് പറഞ്ഞപ്പോഴാണ് നേരത്തെ പറഞ്ഞ കാര്യത്തിനെ പറ്റി ഐ മീൻ അഗെയിൻ വി ഡോണ്ട് ഡിസ്കസ് പൊളിറ്റിക്സ് ആണ്, നമ്മളൊരു പൊളിറ്റിക്കൽ പോഡ്കാസ്റ്റ് അല്ല. എന്നാലും ചോദിക്കുകയാണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്?
സുര വെൻ ബിക്കോസ് ഓഫ് മീംസ് ആണോ സുര ജയിപ്പിച്ചത്? കുറച്ചൊക്കെ സാധ്യത കാണും. Maybe ഒരു 1 to 2% ചിലപ്പോ memes ഇവൻ ജയിച്ചപ്പോൾ പോലും അങ്ങ് മറ്റേ മീം അടിച്ച് കയറ്റി വരുന്നു എല്ലാവരും കൂടെ. അതെ ഗൈസ്, എനിക്ക് തോന്നുന്നു ലൈക്ക് ഓക്കെ എനിക്ക് പുള്ളി ഒരു പീസ്ഫുൾ മനുഷ്യനാണ്. ഓക്കെ, ഞാൻ കുറേ കാലം ആരും പുള്ളിയെ പറ്റി പറയുന്നപ്പോഴാണ് ഞാൻ എനിക്ക് ഇലക്ഷനൊക്കെ കുറേ കാലം മുമ്പ് തന്നെ ഒരു 5 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ ഫുൾ പവർ സുര മീംസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോഴാണ് ഞാൻ ഇത് നൈസാണല്ലോ നോക്കിയത്. ഐ തിങ്ക് അത് നമ്മളകത്തെല്ലാം ഒരു നല്ല വൈബ് ഉണ്ടാക്കി സുരനെ പറ്റി. സോ ദ കലടി മീംസ് ഹെൽപ്പ് ഗൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഒരു 10% ഒക്കെ കാണുമായിരിക്കും. കാര്യം ഇപ്പൊ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 30% എങ്കിലും അവിടെ വോട്ടിംഗ് മെഷീന്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും തീരുമാനിക്കുന്നതാണ് ആർക്ക് വോട്ട് ചെയ്യണം. സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ ഒരു പേര് റെക്കഗ്നൈസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇത്രയും ഭൂരിപക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അതായത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പുള്ളി മറ്റേ കയറി നിൽക്കുക. പിന്നെ അനങ്ങിയിട്ടില്ല ഒരാൾ അവിടെ അനങ്ങാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അപ്പം അത്രയും ഈവൻ ഇപ്പം ഇന്നലെ 2-3 വീഡിയോസ് ഉണ്ട് തൃശ്ശൂരിലുള്ള കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ വീഡിയോ ഇട്ടേക്കുന്നു. ഗതികേടായിപ്പോയി. ഇനിയിപ്പോൾ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കുറേ പേര് അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾ തൃശ്ശൂരല്ലേ എന്തിന് ഇങ്ങനെ ആയി പോയില്ലേ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ വോട്ട് ചെയ്ത് വേറെ ആൾക്കാർ, പക്ഷെ ജയിച്ചു പോയി, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവരെല്ലാം അങ്ങനെ റിയാക്ട് ചെയ്യുന്നു. നമ്മൾ പൊളിറ്റിക്കൽ ആണെങ്കിലും വി ലൈക്ക് സുര ഗൈസ്, വി ലൈക്ക് സുര. ഓക്കെ, ഇവിടെ അഭിരാം ബ്രോ ഒരു ഇമ്പോർട്ടന്റ് നൈസ് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ബ്രോ. സ്പൈഡർമാൻ 2 നമ്മുടെ PS2 സ്പൈഡർമാൻ 2 ആണോ? അല്ല ഇപ്പം ലേറ്റസ്റ്റ് PS5-ഉം 4-ലും ഇറങ്ങിയ സ്പൈഡർമാൻ 2 ഇൻസോംനിയാക്കിന്റെ അവരിപ്പോ ഇത് വോൾവറീന്റെ ഇറങ്ങാൻ പോകുന്നു. ഇൻസോംനിയാക്സിന്റെ എന്ത് ഡേറ്റ് ലീക്ക് ആയത്? ഇൻസോംനിയാക്സിന്റെ ഡേറ്റ് ലീക്ക് ഇടുന്നത് എന്ത് ഡേറ്റ് ലീക്കായി? വോൾവറീന്റേതായിരിക്കും, എനിക്കറിയില്ല. അവരാ നെക്സ്റ്റ് ബിഗ് തിങ് ഈസ് വോൾവറീൻ ആണ്. ആ വോൾവറീനും സ്പൈഡർമാൻ സെയിം യൂണിവേഴ്സിലാന്ന് അവർ കൺഫേം ചെയ്തു. ഗ്രാഫിക്സും ലൈക്ക് ഒരു സിമിലറാ, വളരെ സിമിലറാ. അല്ല, യൂണിവേഴ്സും കൂടെ അവർ കൺഫേം ചെയ്തു. ഒബിയസ്ലി മാർവൽ ആയിരിക്കുമല്ലോ കാണുമായിരിക്കും. അല്ല, മാർവൽ ആയതുകൊണ്ടല്ല, ഇപ്പം നമ്മൾക്ക് ഈവൻ MCU പോലും കൺഫേം ചെയ്യാത്തൊരു കാര്യം ഈ ഗെയിമിന്റെ കാര്യത്തിൽ അവരത് സെയിം യൂണിവേഴ്സ് എന്ന് അവർ കൺഫേം ചെയ്തു. ആണോ? ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുക എന്താണ് അന്ന് അവിടെ ലീക്ക് ആയിരുന്നത്. പക്ഷേ ആൻഡ് PS5 എടുക്കുന്നു എങ്കിൽ only for GTA 6. യെസ്, എനിക്ക് തോന്നുന്നു ആ ടൈം ആകുമ്പോൾ കുറേ PS5 ഉണ്ടാവും. PS5 Pro വരും ഈ വർഷം അവസാനം. PS5 Pro വരും. AMD ഇപ്പോൾ അതിന്റെ തിരക്കിലല്ലേ, ലൈക്ക് അവരെ ന്യൂ പ്രോ സീരീസ് ചിപ്പ്, ഐ മീൻ PS5ന്റെ ചിപ്പ് ഇറക്കുന്ന AMD ആണ്. സോ നെക്സ്റ്റ് PS5 Proന്റെ ചിപ്പും ഓൺ ഗോയിങ് ആണ്. ലൈക്ക് ഇന്ന് മിനിഞ്ഞാന്ന് ഞാൻ റൂമർ കണ്ടായിരുന്നു, റൂമർ അല്ല, കുറേ അതിനെക്കുറിച്ച് കുറേ ഡിസ്കഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേറ്റന്റും കണ്ടു. പ്ലേസ്റ്റേഷൻ പോർട്ടബിൾ PSP വീണ്ടും വരുന്നതിനെ കുറിച്ച്. അത് വരുവാണെങ്കിൽ വെരി മച്ച് വെയിറ്റിംഗ്. PSP വാസ് വേ അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. ഉള്ളതായിട്ട് പറയാമല്ലോ, വേ അഹെഡ്. ഇപ്പോഴത്തെ നിന്റെൻഡോ സ്വിച്ച് പോലെ ഒന്നുമല്ല. ലൈക്ക് ജസ്റ്റ് ഇമാജിൻ 10-12 years ബാക്ക് ഒരു ഹാൻഡ് ഹെൽഡ് ഗെയിം യു ക്യാൻ പ്ലേ. അതിനും കൂടുതലായി ഹാൻഡ് ഹെൽഡ് ഗെയിം. ലൈക്ക് ആ ടൈമിൽ GPS ഉണ്ട്, ഇൻബിൽഡ് GPS, ക്യാമറ ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ടായിരുന്നു, GPS അറ്റാച്ച്മെന്റ് ആയിരുന്നു. അത് ലൈക്ക് ആ GPS ഓഫ്ലൈൻ വർക്ക് ആവും. പിന്നെ PS5 ബെസ്റ്റ് അവരുടെ മോഡിംഗ് കമ്മ്യൂണിറ്റി ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. ഭയങ്കര ഈസി ആയിരുന്നു മോഡ് ചെയ്യാൻ വേണ്ടി. ഒരു നമ്മൾ ജസ്റ്റ് ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് SD കാർഡിനകത്ത് ഇട്ടാൽ ഹെൻകാച്ചി എന്ന് വന്നതിന് പേര് ആ മോഡ് വെച്ച് നമുക്ക് റോംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യായിരുന്നു. അത് ഒരു സൈഡ്. പക്ഷേ എന്നാലും ഐ തിങ്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് PS5 ഇറക്കിയ സമയത്ത് എന്താ ഉണ്ടായിരുന്നത്, PS5 ഇറക്കിയപ്പം അതിന് കോമ്പറ്റീഷൻ Nintendo DS ആയിരുന്നു. അതിനകത്ത് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റാത്തൊരു കൺസോൾ ആയിരുന്നു കേട്ടോ. പിന്നെ DS-നകത്ത് പ്യുവർലി എനിക്കൊന്ന് Nintendo എപ്പോഴും പിള്ളേരെ ഫോക്കസ് ഇറക്കുന്നുണ്ട്. അതിനകത്തൊരു വെബ് ബ്രൗസറില്ല, കാറ്റച്ചിട്ട് ഗെയിം കളിക്കാം, പിന്നെ 2 സ്ക്രീനുണ്ട്. പക്ഷേ ഭയങ്കര ലോ ഗ്രാഫിക്സ് സമയത്ത് PS2-ന് വളരെ ക്ലോസ് ഗ്രാഫിക്സ് ആയിട്ട് ഇറക്കിയൊരു സാധനമാണ് PSP. ആൻഡ് പണ്ട് ഐ തിങ്ക് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പം ഹാവിങ് എ PSP വാസ് ഭയങ്കര ഹിപ്പായിരുന്നു. ലൈക്ക് സൂപ്പർ അടിപൊളിയായിരുന്നു PSP ഓൺ ചെയ്യാൻ വേണ്ടി. ആൻഡ് യെസ്, ഇപ്പം പിന്നെ അത് കഴിഞ്ഞ് ഗൈസ് ഞാനിപ്പോഴും ഗെയിമിംഗ് കമ്മ്യൂണിറ്റി അല്ലെ ഗെയിമേഴ്സ് എന്ന് പുറക്കാത്തൊരു PSP കഴിഞ്ഞിട്ട് സോണി അടിപൊളി കൺസോൾ എടുത്ത് ഇറക്കി PS Vita എന്ന് പറഞ്ഞിട്ട്. അടിപൊളി ഗ്രാഫിക്സ് ആയിരുന്നു, നല്ല അതെ 3DS-നേക്കാൾ അടിപൊളി കൺസോളാണ്. നല്ല മാരക ടച്ച് സ്ക്രീനും എല്ലാം വെച്ചിട്ട് ഇറക്കിയിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല. എന്നിട്ട് ആൾക്കാരെല്ലാം എന്തിൻ്റെ പുറകെ പോയി, ആൾക്കാർ ഐ തിങ്ക് ആ സമയത്ത് Nintendo 3DS-നെ പുറകെ പോയി. കാര്യം സൂപ്പർ മാരിയോ സീനും പോക്കുമോൺ സീനും ഒക്കെ അവരുടെ എക്സ്ക്ലൂസീവ് ആയിരുന്നുകൊണ്ട്
അത് പോയതിൻ്റെ പേരിലാണ് പിന്നെ സോണി ആ ഈസിയും വിട്ടത്. പക്ഷേ ഇപ്പോൾ റെട്രോ എന്തൂസിയസ്, പണ്ട് കാലത്ത് കൺസോൾസിൻ്റെ എന്തൂസിയസ് പിന്നെ തിരിച്ചു വന്നിട്ട് PS Vita ഇപ്പോഴും എടുത്ത് ഭയങ്കര സോർട്ട് ഔട്ട് ആയിട്ട് ഉണ്ടെന്ന്. ഞാൻ വരെ നെസ്റ്റോളജി മൊത്തം OLX എന്നൊരു PS Vita കാണിച്ചിരുന്നു. സോ PS Vita അടിപൊളി സാധനം. അതിൻ്റെ ആക്ച്വലി ആ വീട്ടിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. ആണോ? ഞാനത് വാങ്ങിച്ച് കുറേ വെച്ചിട്ട് പിന്നെ എൻ്റെ അടുത്ത് നിന്ന് വേറെ ഒരു റെട്രോ പുള്ളി എന്നെ നിന്ന് വാങ്ങിച്ചു. സോ അത് പക്ഷെ അവർ പറയുന്നതൊക്കെ ലൈക്ക് അതിന്റെ മെമ്മറി കാർഡും ഇത് വാങ്ങിക്കാൻ നല്ല കോസ്റ്റ്. അതായിരുന്നു അതിൻ്റെ പ്രശ്നം. ലൈക്ക് അതിൻ്റെ PS Vita'യുടെ മെമ്മറി കാർഡിന് 4000 രൂപ എന്തായിരുന്നു. പിന്നെ അതിനുശേഷം SD അഡാപ്റ്റേഴ്സ് വന്നു. ആ അഡാപ്റ്റർ നോർമൽ മെമ്മറി കാർഡ് ഉപയോഗിക്കാം. PSPക്കും അഡാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കാരണമാണ് സോണി ഇപ്പോഴും ഇറക്കാത്തത്. പക്ഷേ പിന്നെന്താ നീ 2 ദിവസം സ്റ്റാറ്റസ് എടുക്കുന്നുണ്ടല്ലോ എന്തോ? അല്ല, ഞാനതാ പറഞ്ഞ PSPയുടെ അവർ ഇപ്പോൾ കുറേ ദിവസമായിട്ട് അതിനെ വന്നുകൊണ്ടിരിക്കുക, റിപ്പോർട്ട്സ് വന്നുകൊണ്ടിരിക്കുക. അവർ പേറ്റന്റില്ല അവരുടെ ഇതുണ്ട്, അതിനവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് PS5-ഉം 4-ലും 5-ൻ്റെയും ഗെയിംസ് സപ്പോർട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഹാൻഡ് ഹെൽഡ് PSP റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് നോക്കിക്കൊണ്ടിരിക്കുക എന്ന്. അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ മേ ബി ഒരു ഈ നെക്സ്റ്റ് ഇയറിനകത്ത് റെഡി ആവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് രോഗപരാജയ സാധനം ഇറക്കിയത് PS Portal എന്ന് പറഞ്ഞിട്ട്, അത് പ്യൂർലി ഒരു സ്ട്രീമിംഗ് ഡിവൈസ്, ഒരു സ്ക്രീനും ഒരു PS5 വേണ്ടേ? സ്ട്രീമിംഗ് ഡിവൈസ്, പ്യൂർലി സ്ട്രീമിംഗ് ആയിട്ട്. ആൻഡ് കുറച്ച് പേര് അത് ആൻഡ്രോയിഡ് റൺ ചെയ്ത് ഹാക്ക് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ഗെയിംസ് റൺ ചെയ്യിപ്പിക്കുന്ന രീതിയിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. അഗൈൻ ഹാക്കിംഗ് കമ്മ്യൂണിറ്റി അടിപൊളിയാണ്. അത് തന്നെ ഒരു എത്രയോ 30 എന്തോ റേറ്റ് ഉണ്ട് അതിന്. അത് ലൈക്ക് നമുക്ക് മറ്റേ എന്താ പറയാ ഡുവൽ ഷോക്ക് 5-ന്റെ കൺട്രോളർ അതിൽ വരുന്നത്. ഐ തിങ്ക് PSPന്റെ ഇപ്പോഴത്തെ ഒരു ക്ലോസ് എന്ന് പറയാൻ സ്റ്റീം ഡെക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു ലെവല്. നിന്റെൻഡോ ഇപ്പോഴും നിന്റെൻഡോ അത്ര പെർഫോമൻസ് ഇല്ല കമ്പാരിറ്റീവ്ലി. കാരണം ഇത്രയും വർഷമായിട്ട് അവര് റിഫ്രഷ് മോഡൽ പോലും ഇറക്കില്ല. ഐ തിങ്ക് പണ്ട് അടിപൊളിയായിരുന്നു. ഇപ്പൊ ഐ തിങ്ക് ലേറ്റസ്റ്റ് അവര് റിഫ്രഷ് ഇറക്കിയപ്പോൾ കൊണ്ടുവന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ OLED സ്ക്രീൻ ആയിരുന്നു, OLED സ്ക്രീൻ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മേജറായിട്ട്. ബട്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് സ്റ്റീം ഡെക്ക് ഈസ് ബെറ്റർ. സ്റ്റീം ഡെക്ക് അതെ, സ്റ്റീം ഡെക്ക് ഒരു നല്ല ഓപ്ഷനാണ്. PSPക്ക് ഒരു ഗോ എന്നൊരു എഡിഷൻ ഇല്ല, അത് കഴിഞ്ഞ ഉടൻ തന്നെ എക്സ്പീരിയ ഇറക്കി. എക്സ്പീരിയക്ക് പ്ലേ എന്ന് പറഞ്ഞിട്ട് ഐ തിങ്ക് ഇറങ്ങിയ ടൈം 60,000 ആയിരുന്നു. ഇപ്പൊ 35 ഇറങ്ങുന്നു. 35 അടുപ്പിച്ച് ഇടയ്ക്ക് 35 അത് നോൺ ഡിസ്ക് വേരിയന്റ് ആണ്, ഓൺലൈൻ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഞാൻ അല്ലാത്ത ഡിസ്ക് വേരിയന്റ് 42 അറൌണ്ട് 45 ആ ഒരു റേഞ്ച് വരും. അതെടുക്കാനേ പറയുള്ളൂ. കാരണം PS4-ന്റെ ഡിസ്ക് ഉണ്ടെങ്കിൽ അതിലിട്ട് കളിക്കാം. ബട്ട് സ്റ്റോറേജ് കാര്യങ്ങൾ. ബട്ട് നോർമല് ലൈക്ക് എന്താ പറയാ ഡിസ്ക് അല്ലാത്ത വേരിയന്റ് ആണെങ്കിൽ അതിൽ ഓൺലൈൻ ഗെയിംസ് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. നല്ല ബുദ്ധിമുട്ടായിരിക്കും. പൈസ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ പൈസ ഇട്ട് ഡിസ്ക് വേരിയന്റ് എടുക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് അത് എക്സ്ചേഞ്ച് ചെയ്യാം, നമുക്ക് PS4 ഗെയിം ഇട്ട് കളിക്കാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട് കമ്പയർ ടു നോർമൽ. കടയിൽ നല്ല കൂടുതലാണ്, പക്ഷെ കടയിൽ 55 ഒക്കെ ചാർജ്. ഓൺലൈൻ എനിക്ക് തോന്നുന്നു ആമസോണിൽ അപ്രോക്സ് 42 എന്റെ ഫ്രണ്ട് വാങ്ങിച്ചു. അതെ സെയിലിന് വല്ല നോക്കിയാലും മതി. സെയിലിന് 38-37 വരെ പോയായിരുന്നു. അതെ. പിന്നെ കഴിയുന്നത്ര PlayStation എടുക്കാതെ നമ്മുടെ PC എടുക്കാൻ നോക്കുക. PC Master Race boys, PC Master Race ആണ്. How is ADNA 3 in PS5 able to handle much performance to compare to PC which has the same technology. അതെന്ന് പറയുമ്പോൾ ബേസിക്കലി ഒപ്റ്റിമൈസേഷനും അതിന് വേണ്ടി അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് ഓഫ് അസ് ഇറങ്ങിയ ടൈം അതിൻ്റെ ഒരു പോർട്ട് ഉണ്ടായിരുന്നു, വളരെ വൃത്തിയായിട്ടൊരു പോർട്ടായിരുന്നു. അത് ലൈക്ക് ഒഫീഷ്യൽ പോർട്ടായിരുന്നു. അതിലൊരു 3080 അല്ലെങ്കിൽ ഒരു 4080 ഇട്ടാൽ പോലും ഒരു 100 FPS പോലും അടിക്കുന്നില്ലായിരുന്നു. കാരണം അത്രയും വൃത്തിയായിട്ട് പോർട്ടായതുകൊണ്ടാണ്. ബട്ട് അതേസമയം നമ്മൾ അതൊന്ന് PS4 അല്ലെങ്കിൽ PS5 ഇട്ടോ നമുക്ക് മോർ ദാൻ ലൈക്ക് 60 FPS സുഖമായിട്ട് കിട്ടും. ബേസിക്കലി ഡിപ്പെൻഡ്സ് ഓൺ ദി ഒപ്റ്റിമൈസേഷൻ ആൻഡ് സ്റ്റഫ്. ആൻഡ് ഓൾസോ നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ PS5 നോക്കുമ്പോൾ PS5 എന്താ റൺ ചെയ്യുന്നതും PC എന്താ റൺ ചെയ്യുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. PS5-ഉം എല്ലാ കൺസോൾസും ഒരു റിലേറ്റീവ്ലി ലൈറ്റ് OS റൺ ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസ്ക് ഇടുക, ഗെയിം റണ്ണാക്കുക. പക്ഷേ PC അങ്ങനെയല്ല. PC നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു സൈഡിൽ അത് വിൻഡോസിന് ഹെവി OS റൺ ആവുന്നുണ്ട്, ബാക്കിൽ അപ്ഡേറ്റ്സ് നോക്കുന്നുണ്ട്. എന്തിനേയും ഇപ്പോൾ പുതിയ ടെക്നോളജി ആണെങ്കിൽ അത് ഫുൾ ടൈം മൈക്രോസോഫ്റ്റിന് ഡേറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വിൻഡോസിന് ചെയ്യാനുണ്ട്. സോ എപ്പോഴും റിസോഴ്സ് ഇൻറ്റൻസീവ് ആണ് PC. റിസോഴ്സ് ഒത്തിരി കുറവാണ് കൺസോൾസിനുണ്ട് OS ആകുമ്പോൾ. ആ റിസോഴ്സ് കാരണമാണ് കൂടുതൽ PC കൂടുതൽ ഹാർഡ്വെയർ വേണ്ടി വരിക. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് സ്പെക്കും കൂട്ടാൻ പറ്റുന്നുണ്ട്. സോ ഒരു സൈഡിൽ സ്പെക്ക് ഫ്ലെക്സിബിൾ ആണ്, എന്നാൽ കൂടുതൽ റിസോഴ്സ് ഹെവി ആണ്. മറ്റേ സൈഡിൽ പക്ക ഒപ്റ്റിമൈസ്ഡ് ആണ്. പ്ലേ സ്റ്റേഷൻ ഒരു ഗെയിം ഇറക്കുമ്പോൾ ആ കമ്പനിക്ക്
PS5 ഗെയിം ഇറക്കുവാണെങ്കിൽ PS4 ഇറക്കുവാണെങ്കിൽ PS5 PS4 മാത്രം ഒപ്റ്റിമൈസ് ചെയ്താൽ മതി, വേറെ ഡിവൈസ് ഒന്നുമില്ല. PC ആകുമ്പോൾ ഒരു ഇത് ഇറക്കുമ്പോഴത്തേക്ക് ലെറ്റ്സ് സേ 1050 Ti മുതൽ 3090 4090 വരെയുള്ള കാർഡ്സിന് അവർ ഒപ്റ്റിമൈസ് ചെയ്യണം. ഇപ്പോൾ എത്ര ഹാർഡ്വെയർ ആണ് നോക്ക്. പിന്നെ പല ഹാർഡ്വെയർ കോമ്പിനേഷൻ, ഈ പ്രോസസർ പ്ലസ് ഈ കാർഡിന് ഒപ്റ്റിമൈസ്, ഈ പ്രോസസർ പ്ലസ് ആ കാർഡിന് ഒപ്റ്റിമൈസ്, ഈ പ്രോസസർ പ്ലസ് ഈ റാം കോൺഫിഗറേഷൻ ഒപ്റ്റിമൈസ്. പിന്നെ PC ഗെയിംസിന് മിക്കവർക്കും ഒരു ഓട്ടോ ഒപ്റ്റിമൈസർ കൊടുക്കും, റൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇങ്ങനെയാണെന്ന് നോക്കിയിട്ട്. സോ ഇത്രയും ഡിവൈസിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമില്ല. വേറെ കൺസോൾസ് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സ്പെക്കിന് മാത്രം ഒപ്റ്റിമൈസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്പെക്കിന് മാത്രം ഒപ്റ്റിമൈസ് ചെയ്താൽ മതിയെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള കൊച്ചു വർക്ക്സ് വരെ നോക്കാം. ഫോർ എക്സാമ്പിൾ ഈ പെർട്ടിക്കുലർ പ്രോസറിന് ചിലപ്പം ഈ ഫംഗ്ഷൻ നല്ലപോലെ നടക്കും, സോ ഈ ഫീച്ചേഴ്സൊക്കെ എനേബിൾ ചെയ്യാൻ പറയാം. പക്ഷേ PCക്ക് ഈ പല കോൺഫിഗറേഷനും റൺ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് ഒപ്റ്റിമൈസേഷൻ അത്ര എളുപ്പമല്ല. വിച്ച് ഇസ് വൈ PC ഗെയിംസിന് PC ഗെയിംസ് മോർ ഡിമാൻഡിങ്. അതാണ് കൺസോളിൽ എടുക്കുമ്പോൾ ഒരു സ്മൂത്തർ ഗെയിം എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. കാര്യം അതിൻ്റെ പണി ഗെയിം കളിക്കുകയാണ്, ആ പണി നല്ലപോലെ എടുത്തോളും. PC ആകുമ്പോൾ ഇതിൻ്റെ പണി ഗെയിം കളിക്കുക, ഗെയിം ഉണ്ടാക്കുക, മുതലായ കുറേ കാര്യങ്ങളുണ്ട്. വിച്ച് ഇസ് വൈ PCs ആർ മോർ ഹാർഡ് ടു ഒപ്റ്റിമൈസ്. ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തുകൊണ്ട് മാക്ക് ഗെയിം സപ്പോർട്ട് തരുന്നില്ല? ആപ്പിളിന് അറിയാം ഗെയിം കളിച്ചു തുടങ്ങിയ ഒപ്റ്റിമൈസ് വന്ന ആൾക്കാർ പറയുന്നത്, ഓ കണ്ടു. ബട്ട് സൂൺ വരുന്നുണ്ട്, അവര് അതിന് വേണ്ടിയിട്ടുള്ള വരണ്ട. മാക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ വർഷം കുറേ ആപ്പിളിന്റെ കേസിൽ ഗെയിം ഞാൻ പറയാം, 2 റീസണാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആപ്പിളിനകത്ത് ഗെയിംസ് ഇല്ലാത്തത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ആപ്പിൾ പണ്ട് ഒത്തിരി പഴയ മാക്കുകളുടെ എടുത്ത് നോക്കിയാൽ ആപ്പിൾ ആക്ച്വലി ഒരു ഗെയിംസിന് ഇമ്പോർട്ടൻ്റ് ഉള്ള കമ്പനിയാണ്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് PCനകത്ത് ഹേലോ ഫസ്റ്റ് ഇറക്കുന്നതിന് മുമ്പ് മാക്കിനകത്ത് ഹേലോയുടെ ഒരു പോർട്ടർ ഇട്ടിട്ടുണ്ട് അവർ. ആപ്പിൾ മാക്ക് വേൾഡ് ഹേലോ കാണിച്ചിട്ടുണ്ട്. സോ പണ്ട് ആപ്പിൾ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ഗെയിംസിന്, പിന്നെ പ്ലേ സ്റ്റേഷൻ്റെ എമുലേറ്റർ ആദ്യം ഇറക്കിയപ്പോൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്ത മാക്കിലാണ് ഒഫീഷ്യലായിട്ട്, വിൻഡോസ് തരുന്നതിന് മുമ്പ്. സോ ആപ്പിൾ ഗെയിം സെൻട്രിക്കായിട്ട് നോക്കിയൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇവർ NVIDIA തമ്മിൽ പ്രശ്നം വന്നു. ഐ തിങ്ക് അതൊരു പോയിൻ്റാണ്. എനിക്ക് ഇത് പ്യൂർലി സ്പെക്കുലേഷനാണ്, കൈൻഡ് ഓഫ് റൂമറാണ്. ഇതിപ്പം ഇത് കാരണമെന്നൊന്നും മസ്റ്റ് ചെയ്ത്. പക്ഷേ NVIDIയും ആപ്പിളും തമ്മിൽ പ്രശ്നം വന്നു. വേറെ NVIDIA പറഞ്ഞു, അല്ല ആപ്പിൾ പറഞ്ഞ പോലെ NVIDIA എന്തോ ചിപ്പ് ഉണ്ടാക്കില്ല. കാര്യം ഈഗോ ക്ലാഷസ്, NVIDIA വലിയ കമ്പനിയാണ്, ആപ്പിൾ കേൾക്കുന്ന ആശയം ഓർക്കില്ല. സോ അതുകൊണ്ട് അപ്പോൾ എനിക്കൊന്നും അതൊരു പോയിൻ്റായിരുന്നു തോന്നുന്നു. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്നു അഗൈൻ ഈ ഒപ്റ്റിമൈസേഷനാണ്. ആപ്പിളിന് അവരുടെ ഡിവൈസിൽ എന്തെങ്കിലും FPS കുറഞ്ഞ ആൾക്കാർ റൺ ചെയ്യുന്നു എന്ന് പറയുന്നത് കേൾക്കുന്ന ഇഷ്ടമല്ല. നമ്മളുടെ ഡിവൈസ് ചെയ്യുന്ന കാര്യമൊക്കെ നല്ലത് നടക്കണം. സോ അപ്പോൾ ഒരു മാക് മിനി വാങ്ങുന്ന ആളുടെ ഗെയിമിൻ്റെ സെയിം എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒരു മാക്ബുക്ക് പ്രോ വാങ്ങുന്ന ആൾക്ക്. അപ്പോൾ ആപ്പിളിൻ്റെ പക്ഷേ ഫൈനൽ കട്ട് പോകുന്ന സോഫ്റ്റ്വെയർസ് ഭയങ്കര ഒപ്റ്റിമൈസേഷൻ കൈൻഡ് ഓഫ് അത്യാവശ്യം മോശമില്ലാത്ത പെർഫോമൻസ് എല്ലാം ഉണ്ട്. പക്ഷേ ഗെയിംസിന് അങ്ങനെയല്ല, ഗെയിംസ് കുറച്ചുകൂടി ഹെവിയാണ് റൺ ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ അവരുടെ ബഡ്ജറ്റ് കസ്റ്റമേഴ്സിന് തോന്നുന്നു ഇത് പോരാ, ഹെവിയർ കസ്റ്റമേഴ്സിന് തോന്നുന്നു കൊള്ളാം, എന്തിനാണ് അതൊക്കെയെന്ന് വെച്ചാൽ അപ്പോൾ അവർ ചോദിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ ആരും കളിക്കണ്ട. ആപ്പിൾ ഗെയിമിങ്ങിനകത്ത് എനിക്ക് എൻ്റെ ഏറ്റവും നല്ല മെമ്മറി എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഒപ്റ്റിമൈസേഷനെ പറ്റി പറയാം. ബാറ്റ്മാൻ്റെ ആർക്കം നൈറ്റിന് മുമ്പ് ആർക്കം അസൈലം കഴിഞ്ഞിട്ടൊരു ഗെയിം ഉണ്ടല്ലോ, ആർക്കം സിറ്റി മാക്കിനുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മാക്കിനകത്ത് സ്ക്രീൻ റെക്കോർഡിംഗ് അറിയാതെ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. എന്നാലും മാക്ക് ലാഗാവുന്നില്ല. കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി സ്റ്റക്കാവുന്ന തീർന്ന വന്നവരെയും ഗെയിം സ്മൂത്തായിട്ട് റണ്ണായിക്കൊണ്ടിരിക്കുന്നു. ആ രീതിയിൽ അവർ നല്ലപോലെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മാക്ക് നല്ലതാണ്. പക്ഷേ മാക്കിനകത്ത് വളരെ സെലക്റ്റഡ് ഗെയിംസേ ഉള്ളൂ. പിന്നെ ഇനി ക്ലൗഡ് ഗെയിമിംഗ് ചിലപ്പോൾ കുറച്ചുകൂടെ മെയിൻ സ്ട്രീം ആകുമ്പോൾ പിന്നെ ക്ലൗഡ് ഗെയിമിങ് മെയിൻ സ്ട്രീം ആവാൻ നല്ലൊരു ഇതാണ്, ലൈക്ക് ആ ഒരു ടൈമാണ്. ബട്ട് ഓൺലി തിങ് ഈസ് ആ ഒരു ഡിലേ, ആ ഒരു 2 to 3 സെക്കൻഡ് ഇൻപുട്ട് ഡിലേ ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിന് ഒന്നും പച്ച പിടിക്കാത്ത ആ സാധനം. പക്ഷേ ഇപ്പോൾ ആപ്പിൾ ഇപ്പോൾ കുറേ പേറ്റൻസ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യായിരുന്നു, അവരെടുത്തിട്ട പേറ്റൻസിൽ ഒരെണ്ണമാണ് ഒരു ഗെയിമിംഗ് കൺസോൾ. അവർക്ക് കിടപ്പുണ്ട്, അവർക്ക് പേറ്റന്റ് കിടപ്പുണ്ട്. ആപ്പിൾ ഓൾറെഡി ഗെയിമിംഗ് കൺസോൾ ഉണ്ട്, അറിയോ, പിപ്പിൻ എന്നാണ് പേര്. പക്ഷെ ഭയങ്കര പരിചയമായി. അതേപോലെ ആപ്പിള് പണ്ട് ഇന്ത്യനെ ബഹുമാനത്തോടെ കാണുന്ന രാജ്യമായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തിന് എന്ത് പറ്റിയ കേസ്, നിങ്ങൾ പണ്ട് കാലത്ത് സിനിമയൊക്കെ നോക്കിയാൽ മതി, ആൾക്കാരൊക്കെ പക്ക വെസ്റ്റിലെ പോലെ ഡ്രസ്സ് ചെയ്ത് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. എന്ന് വെച്ചാൽ എന്തോ നമ്മൾ ഭയങ്കര വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആണെന്ന് തോന്നുന്നു. സോ ആ ആൾക്കാരെല്ലാം അങ്ങനെ ഡ്രസ്സ് ചെയ്ത് നടക്കുക. എന്നിട്ട് ആപ്പിളിൻ്റെ ഇന്ത്യൻ ആഡിനകത്ത് വരെ പറയുന്നത് ഒരു പുള്ളി വിൻഡോസ് പീസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ജെന്റിൽമാൻ ഒരു മാക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ബോസ് എന്ന് പറയും ഇത് കളിക്കാനുള്ള സാധനമല്ല, ഇത് വർക്ക് ചെയ്യാനുള്ളതാണ്, നിങ്ങൾ വിൻഡോസ് എവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി ഒരു ഫ്ലോപ്പി എടുത്ത് കാണിച്ചിട്ട് പറയും സർ ഇത് വിൻഡോസിൻ്റെ ജോലിയും ചെയ്യും, അതിനേക്കാളും ചീപ്പറായിട്ടും ചെയ്യുന്നു ആപ്പിൾ കേട്ടോ. സോ ഫൺ കാര്യങ്ങൾ എക്സ്പെൻസീവായിട്ട് ഒത്തിരി എക്സ്പെൻസ് ആവാതെ ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർക്കറ്റ്സിനും വേണ്ടി എന്നുള്ളൊരു ഇതൊക്കെ പണ്ട് ആപ്പിളിനും പിന്നെ ഇന്ത്യയും ആപ്പിളും തമ്മിൽ അതിന് ലിങ്ക് ഉണ്ടായിരുന്നു. ലിങ്കിന് എന്തോ പറ്റി. ഇപ്പം ഇപ്പോഴും ലൈക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് നമുക്ക് തന്നെയല്ലേ, ലൈക്ക് കമ്പാരിറ്റീവ്ലി ബാക്കിയെല്ലാം നോക്കുമ്പോൾ ഇന്ത്യ തന്നെയാണ് ഏറ്റവും കൂടുതൽ. അത് മോസ്റ്റ്ലി ഐ തിങ്ക് നോൺ പ്രോ വേരിയൻസിന് മാത്രമേ സെയിൽസ് ഉള്ളൂ, ലൈക്ക് ദീസ് മോഡൽസ്. ഐ തിങ്ക്
അത് കുറച്ചുകൂടി അവർക്ക് പൊതുവേ നോൺ പ്രോ വേരിയൻസ് ആണ് വേൾഡ് വൈഡും സെയിൽസ് കൂടുതൽ. ഐ തിങ്ക് ഇന്ത്യയില് കൂടുതലാണെന്ന് തോന്നുന്നു. ഇപ്പൊ പ്രോ വേരിയൻസിന് സെയിലേ കൂടുന്നത്. എനിക്ക് തോന്നുന്നു ആൾക്കാർ പ്രോ ആണ് കൂടുതൽ. ഓരോ ഇയർ ഇപ്പൊ പ്രോ വേരിയന്റ് 5,000 to 10,000 വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഐ ചെക്ക് 13 പ്രോ മാക്സിന് വന്നിട്ട് 1,30,000 ആയിരുന്നു. 14 പ്രോ മാക്സ് ഇറങ്ങിയപ്പോൾ 1,40,000 ആയി. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു 1,50,000 ആയിരുന്നു തോന്നുന്നു 15 പ്രോ മാക്സിന്. സോ പെർ ഇയർ ഇങ്ങനെ റേറ്റ് കൂടിക്കൊണ്ട് വരെയാണ്. എന്തെങ്കിലും 2 ലക്ഷം രൂപയൊക്കെ ആവും. ഇതിനിടയ്ക്ക് വിഷൻ പ്രോന് എന്ത് പറ്റി? വിഷൻ പ്രോ എല്ലാം അണഞ്ഞോ? വിഷൻ പ്രോ ആദ്യത്തെ ആ ഒരു ആഴ്ചത്തെ ഹൈപ്പായിരുന്നു. ആ ഒരു കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാവരും അതിനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് കൊള്ളാം, നല്ലൊരു കോൺസെപ്റ്റ്. ബട്ട് ഇത് കുറച്ചും കൂടെ ലൈക്ക് ഈസി ടു ആക്സസ്, കുറച്ചും കൂടെ ചെറുതായിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഈ പറഞ്ഞ പോലെ ആക്സസിബിലിറ്റി കുറച്ചും കൂടെ ഇതായിരിക്കണം എന്നൊക്കെ പറയുന്ന പല ആൾക്കാരും എന്തായാലും ആ കോൺസെപ്റ്റ് കൊള്ളാം. അവർ കൊണ്ടുവന്ന കോൺസെപ്റ്റ് അത് കാരണം അത് റിമാർക്കബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി അതിനെ കുറേയും കൂടെ ഒപ്റ്റിമൈസ് ചെയ്ത് ചെറുതാക്കി അതിന് ഫോം ഫാക്ടർ മാറ്റി ഇപ്പം നല്ല ഹെവിനെസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ മാറി. പിന്നെ ഈ പറയുന്ന മാപ്പിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ പോലും ഈ വണ്ടിയിലൊക്കെ പോകുന്നവർ കുറേ പേര് ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ചെറിയ ലേറ്റൻസി ഇഷ്യൂസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ചിലവർക്ക്. അപ്പോൾ അതെല്ലാം സെറ്റായി വരാൻ മേ ബി ഒരു 5 years എടുക്കുമായിരിക്കും. ഐ തിങ്ക് അവർ വേറൊരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ ബാറ്ററി ആയിരുന്നു. ആ ബാറ്ററി ബാക്ക് അതും ഒരു സീനാണ്. അത് ആലോചിച്ച് നോക്കും, നമ്മളെ തലയിലിട്ടിട്ട് ബാറ്ററി ബാക്ക് നോക്കി നടക്കുന്ന ഒരു അവസ്ഥ. അതെ, പക്ഷേ അവരെനിക്ക് തോന്നുന്നു അവർ ബാറ്ററി പാക്ക് കൊടുത്തത് ലൈക്ക് അവർക്ക് ഐ തിങ്ക് ബാറ്ററി അത് ഹെഡ്സെറ്റിൽ നിന്ന് മാറ്റാനുള്ള റീസൺ എന്ന് വെച്ചാൽ ആ ബാറ്ററി പാക്കിന് പാസ് ത്രൂ ഉണ്ട്. നമ്മൾ കറണ്ട് കൊടുത്തിട്ട് സ്ട്രേറ്റ് വരും. അപ്പോൾ അത് സാധനം തലേ വെച്ചാലേ എന്തെങ്കിലും പൊട്ടിത്തെറിച്ചാൽ മറ്റേതാകുമ്പോൾ ബാക്കി എവിടെയെങ്കിലും അവിടെ പൊട്ടിത്തെറിക്കത്തുള്ളൂ. ഐ തിങ്ക് ഫോർ ലൈക്ക് ഹാഫ് ഓഫ് ദി കോഴ്സ് നമുക്ക് ഒരു മെറ്റ എടുക്കുന്നതായിരിക്കും ഇച്ചിരി ഭേദം അല്ലേ? ഇല്ല, മെറ്റ ക്വസ്റ്റ് സുക്കൻബർഗ് അത് കണ്ടപ്പോഴാണ് എന്താണ് പറഞ്ഞത്, ആപ്പിൾ വിഷൻ പ്രോ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരു ഇതിനേക്കാളും ബെറ്റർ എന്ന് മാത്രമല്ല പ്രൈസ് വൈസും പെർഫോമൻസ് വൈസും എല്ലാം ബെറ്ററാണ് എന്നത്. പക്ഷേ മെറ്റയുടെ ഉപയോഗം അവരൊരു 3 വർഷം 4 വർഷം മുമ്പ് അവർക്ക് ലീപ്പുണ്ട്. അതുകൊണ്ട് ഒത്തിരി ആപ്സ് ഉണ്ട്. വിഷൻ പ്രോവിനകത്ത് ആപ്സ് കുറവാണെന്നാണ് പറഞ്ഞത്. അല്ല അത് അവരിപ്പോൾ അവരിപ്പോൾ ഇറക്കിയ സാധനം ഇന്നത്തെ യൂസേജിന് വേണ്ടിയല്ല, ഒരു 10 years കഴിഞ്ഞിട്ട് അന്നത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റാണ് അവരിപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇന്നതിപ്പം ഓവർ പ്രൈസ്ഡ് ആണ്, അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല, ഒന്നുമില്ല. പക്ഷേ അടുത്തൊരു 10 years ആകുമ്പോഴത്തേക്ക് ഫ്യൂച്ചറിൽ അത് മാറും. അവരുടെ ഒരു ഹിസ്റ്ററി അനുസരിച്ച് അവർ മാറ്റിയെടുക്കും, അവർ അതിലേക്ക് ആക്കും, 100% ആക്കും. അന്ന് മെറ്റയും ബാക്കിയെല്ലാം അവർ അടിച്ച് പുറത്താക്കും. എനിക്ക് തോന്നുന്നത് ലൈക്ക് ആപ്പിൾ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഗെയിമിംഗ് സിസ്റ്റം ഉള്ളത് സ്പേഷ്യൽ കമ്പ്യൂട്ടിംഗ് എന്നൊരു വാക്ക് അവർ ഉപയോഗിക്കുന്നത്. സ്പേഷ്യൽ കമ്പ്യൂട്ടറാണ്, അതായത് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണെന്നാണ് എനിക്കിപ്പോഴും പേഴ്സണലി. VR-ൻ്റെ ഏറ്റവും വലിയ പ്രശ്നം VR ഉപയോഗിക്കാൻ രസമാണ്, ആൾക്കാരെ ഫ്രണ്ട്സിനെ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഒരു 5 പ്രാവശ്യം കാണിക്കാൻ രസമാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സാധനം വീട്ടിലിരിക്കും. ഇത് എടുത്ത് വെച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി നമ്മൾക്ക് ഇപ്പോഴും തോന്നത്തില്ല. കാര്യം നമ്മളിപ്പോഴും ടു യൂസ് ടു അവർ ഫോൺസ്, നമ്മൾ ഫോൺസ് അതാണ്. അപ്പം ആ ഒരു ബാരിയർ ടു എൻട്രി കാര്യം ഓക്കെ സൈക്കോളജിയിൽ ഇതുണ്ട് കേട്ടോ. നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ചില ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ നിങ്ങളത് ചെയ്യുന്നതിന് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തായിരുന്നു, നമ്മൾ ബെഡ് കിടക്കുമ്പോൾ ലൈറ്റ് സ്വിച്ച് അവിടെയാണെങ്കിലേ നമുക്ക് പോയി ഓഫാക്കാൻ ചില സമയത്ത് മടി തോന്നും. നമ്മൾ അങ്ങനെയാണ് ചില സമയത്ത് കുഴപ്പമില്ലെങ്കിൽ ലൈറ്റ് ഇട്ട് കുറഞ്ഞെങ്കിൽ ലൈറ്റ് ഇട്ട് ഇറങ്ങുക, നമ്മൾ ഗതി കിട്ട് മാത്രമേ പോയി ഓഫ് ചെയ്യത്തുള്ളൂ. ഇങ്ങനെ ചെറിയ ചെറിയ ബാരിയേഴ്സ് മനുഷ്യർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ ഇത് അതേപോലത്തെ ചെറിയ ബാരിയറാണ് ഈ സാധനം എടുത്ത് എപ്പോഴും മൂത്ത് വയ്ക്കുക. സോ അതുകൊണ്ട് അത് പറഞ്ഞപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഉണ്ടോ, ഇപ്പം ഫോണിനകത്ത് പുതിയ ആപ്സ് ഉണ്ട്. നമ്മുടെ ചില ഹാബിറ്റ്സ് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബാരിയേഴ്സ് ഇടാൻ പറ്റുന്ന ആപ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ രാവിലെ 9 മണി തൊട്ട് 12 മണി നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ യൂട്യൂബ് തുറക്കുമ്പോൾ ഒരു മിനിറ്റിലേക്ക് ഒരു അൺസ്കിപ്പബിൾ പേജ് വന്നിരിക്കും. ഇത് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് വേണ്ടാന്ന് കൊടുത്താൽ യൂട്യൂബ് ഓപ്പൺ ആകത്തില്ല. കാരണം അപ്പോൾ നമ്മൾ ഇത് സ്കിപ്പ് ചെയ്യണമല്ലോ എന്ന് വെച്ച് നമ്മൾ ചിലപ്പോൾ യൂട്യൂബ് തുറക്കാതിരിക്കും. സോ അങ്ങനെ ഒരു ചെറിയ അപ്പോൾ കൈൻഡ് ഓഫ് എനിക്ക് തോന്നുന്നു ആ ഒരു ബാരിയർ ടു എൻട്രി ആണ് നമുക്ക് ഇപ്പോഴും ഇത് ചെയ്യുന്നത്. നിനക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ബാരിയേഴ്സ് ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട്. ഈവൻ ഇപ്പൊ വീട്ടിൽ തന്നിട്ട് ലാപ്ടോപ്പ് തുറന്ന് സിനിമ കാണണമെന്ന് വിചാരിച്ച് ഞാൻ ഫോണിൽ സിനിമ കാണും. അങ്ങനത്തെ ഒരുപാട് പേര്. എനിക്ക് ഇപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഫോൺ യൂസ് ചെയ്യില്ല. എനിക്കൊന്ന് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് ഞാൻ വീഡിയോ എഡിറ്റിങ്ങിന് മാത്രമേ ഇല്ല. വീഡിയോ എഡിറ്റിങ്ങിന് എടുത്തിട്ട് ഞാൻ ചിലപ്പോൾ സിനിമ കാണാറുണ്ട്. ഞാൻ ഫോണിലല്ല, നിങ്ങൾ ലാപ്ടോപ്പ് വീഡിയോ മാത്രം എഡിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ചിരി വരുന്നു. കാരണം എനിക്കറിയാം. മറ്റേ രാത്രി 10 കഴിഞ്ഞാൽ പല രാജ്യങ്ങൾ സന്ദർശിക്കുന്ന മനുഷ്യൻ. അതിനും നല്ലതാണ്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണം, ഇപ്പൊ ഈസി, വളരെ ഈസിയാണ്. ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന പ്രീമിയർ ആണെങ്കിൽ പിന്നെ ഇത് ചിലവർ ഇവിടെ യൂസ് ചെയ്യുന്നത് ക്യാപ് കട്ട്.
CapCut ൽ എന്താ അതെന്താണോ അങ്ങനെ CapCut യൂസ് ചെയ്യാൻ ഫോൺ ഉപയോഗിച്ചൂടെ? കംഫർട്ടബിൾ അല്ലേ? അത്ര ഡീറ്റെയിൽ ഇല്ല. ഫോണിനെക്കാട്ടിലും നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം ലാപ്ടോപ്പില്. കാണുന്ന അതിൽ ആരെങ്കിലും എഡിറ്റ് ചെയ്യണം അത്. നിങ്ങൾ ആരെങ്കിലും വീഡിയോ എഡിറ്റേഴ്സ് ആണെങ്കിൽ ക്യാപ്കട്ടിനെ പുച്ചിക്കരുത്. ക്യാപ്കട്ട് പൊളിയാണ്. ക്യാപ്കട്ട് ലൈഫ്. പിന്നെ ഒരു പ്രോ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഡെനുവോ DRMനെ സപ്പോർട്ട് ചെയ്യുന്നു, DRMസിനെ സപ്പോർട്ട് ചെയ്യുന്നു തോന്നുന്നു. DRMs എന്താണെന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞുതരാം. സോ ഗെയിം കമ്പനീസ് ഗെയിംസ് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്രാക്ക് ഒക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് DRM ഇടുന്നത്. ഇത് ഗെയിമിൻ്റെ മേളിൽ ഫുൾ ടൈം റൺ ആയിക്കൊണ്ടിരിക്കും, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ. അത് കാരണം കുറച്ച് CPU യൂസേജ് എടുക്കും, കുറച്ച് FPS കുറയ്ക്കും, പക്ഷേ ഗെയിം ക്രാക്ക് ചെയ്യാതെ നോക്കിക്കോളും. അതാണ് DRMs. സോ നിങ്ങൾക്ക് DRMസിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഐ തിങ്ക് ഇപ്പം GT അവര് സോഴ്സ് കോഡ് പുറത്തു വിടാറില്ല. ലൈക്ക് അവരെ ലൈക്ക് NPC AI ആണെങ്കിലും ഇപ്പം ബാക്കി ഫിസിക്സും കാര്യങ്ങളും ആണെങ്കിൽ അവരൊന്നും പുറത്തു വിടാറില്ല. സോ കമ്പനി സീക്രട്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അത് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് തിങ്. എടാ, നിനക്ക് ക്രാക്ക് ഗെയിംസിനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? ഞാനതിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമില്ല. കാര്യം ഞാനും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ക്രാക്കൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരെ ഒരാഴ്ച തന്നെ ആർക്ക് മാസമായാലും എവിടുന്ന് ക്രാക്ക് കളിക്കുന്ന ഇല്ല, ഞാൻ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യില്ല. ഞാൻ വെച്ചാലും പ്രൊമോട്ട് ചെയ്യില്ല, പക്ഷെ ഉപയോഗിക്കും. യൂസ് ചെയ്താലും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ മാക്സിമം പൈസ കൊടുത്ത് വാങ്ങിക്കുക എന്ന് ഞാൻ പറയുന്നത്. സപ്പോർട്ട് ദ ആർട്ടിസ്റ്റ്. ഞാൻ മറ്റേ വളരെ ബുദ്ധിമുട്ടാണ്. അടുത്ത അവർക്ക് ജോലി പോലും കിട്ടാറില്ല. അതെ, അടുത്ത അമർനാഥ് ബ്രോ പറഞ്ഞു നാസയുടെ വൈഫൈ പാസ്വേഡ് കിട്ടിയിരുന്നെങ്കിൽ എന്തോ ക്ലൗഡ് ഗെയിമിംഗ്. അല്ല, നാസയുടെ ഇന്റർനെറ്റ് വളരെ സ്ലോ ആണ് കേട്ടാ. അത് ഫയൽ ട്രാൻസ്ഫർ അല്ലേ അത്ര സ്പീഡുള്ള ഫയൽ ട്രാൻസ്ഫർ ആണ്. ഫയൽ ട്രാൻസ്ഫർ എന്തോ സ്പീഡ് കുറവാണ്. അപ്പം അവര് എന്തോ ഐ തിങ്ക് നെറ്റ് അല്ലല്ലോ അവരെ എന്തോ ട്രാൻസ്ഫർ സ്പീഡുള്ള, അത് ലൈക്ക് ഫയൽ ട്രാൻസ്ഫർ വേറെ എന്തോ സംഭവമല്ല അവർക്ക് ഏറ്റവും കൂടുതൽ. അവർക്ക് സ്പീഡ് കുറവാണ് തോന്നുന്നത്, പക്ഷെ അവർക്ക് സ്റ്റേബിൾ ഒന്നും ഇന്റർനെറ്റ് ആണ്. സ്പീഡ് കുറവാണ് നാസയുടെ ഇന്റർനെറ്റ് കാര്യം. സിനിമയിലൊരു സംഭവം ഉണ്ടല്ലോ, മറ്റേ റോക്കറ്റ് ലോഞ്ച് ആവുമ്പോഴത്തേക്ക് വിൻഡോസിന്റെ അപ്ഡേറ്റ് മറ്റേ എന്താ ഈ ഇടയ്ക്കാണ് എന്തോ എത്രയോ എനിക്ക് തോന്നുന്നു എത്തും കഴിഞ്ഞ പ്ലാന്റും കഴിഞ്ഞ എന്തോ ഒരു സ്ഥലത്തേക്ക് അവരൊരു ഒരു കൊച്ചു കാറ്റിന്റെ വീഡിയോ എന്തോ അയച്ചു കൊടുത്തു. റേഡിയോ വേവ്സ് അയച്ചു കൊടുത്തല്ലോ ഏലിയൻസ്. നമ്മൾ ഈ ഇവിടെ ഇരിക്കുമ്പോഴെങ്കിലും ഏലിയൻസിനെ കണ്ടാൽ കൊള്ളാമായിരുന്നു. അല്ലെങ്കിൽ ഏലിയൻസ് ഉണ്ടടാ, നിങ്ങൾ ഏലിയൻസ് ഉണ്ട്. നിന്റെ അഭിപ്രായം? പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അങ്ങനെ ഒരു ബീങ്സ് ആയിരിക്കണമെന്നില്ല ഏലിയൻസ്. ഇപ്പം വേറൊരു ഗ്രഹത്തിലൊരു ബാക്ടീരിയ ഉണ്ടെങ്കിലും അതും ഒരു ഏലിയനാണ്. അത് ഏലിയൻസ് ആണ്. ബോബി, വാട്ട് ഈസ് യുവർ തിങ്കിങ് മാൻ? ഏലിയൻസ് കാണാം. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ സിനിമയിൽ കണ്ട പച്ച കളറിലും മറ്റേ ഒരു വൃത്തിയായിട്ട് രൂപം അങ്ങനെയൊക്കെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമ്മളെ പോലെ ആയിരിക്കും, പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ ആർക്കറിയാം ഇവനൊക്കെ ഏലിയനാണോ? ചിലവര് പറയുന്നില്ലേ, ലൈക്ക് ഒത്തിരി പേര് പറഞ്ഞത് നമ്മൾ ഈ മങ്കീസിന് ഇവോൾവ് ചെയ്തെന്നൊക്കെ അല്ലേ. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് അതിനെയും സയൻറ്റിസ്റ്റ് പറഞ്ഞത് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ഇല്ല കേട്ടോ. ഫിഡിയോഷൻ സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ഇല്ല. ചിലർ പറഞ്ഞത് നമ്മൾ മങ്കീസിന് ഇവോൾവ് ചെയ്ത് മാത്രം. ചിലപ്പം ഒരു ഏലിയൻ ഗ്രൂപ്പ് കാര്യം ഇങ്ങനെ മറ്റേ സാധനത്തിന് ഇവോൾവ് ചെയ്ത് നടന്നു വന്നതാണ് കാണിക്കുന്നത്. പക്ഷേ ചിലർ പറഞ്ഞത് ആ എവല്യൂഷൻ്റെ ഇടയ്ക്ക് വേറൊരു സ്പീഷീസ് ഇവിടെ വന്നിട്ട് അതുമായിട്ട് ക്രോസ് ബ്രീഡ് ചെയ്താണ് മനുഷ്യനുണ്ടാവാനും ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എവല്യൂഷൻ സംഭവിക്കും? അതെ, ഹ്യൂമൻസിൽ തന്നെ നമ്മൾ പല സ്പീഷീസ് പല രീതിയിലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ കൊക്കേഷ്യൻ ആൾക്കാർ ഭയങ്കര വെളുത്തിരിക്കുന്ന ആൾക്കാരും ഇതുണ്ട്, അല്ലാത്തൊരു ഉണ്ടെന്ന് പറഞ്ഞു. സോ അവർ ചിലർ പറഞ്ഞു പറയുമ്പോഴത്തേക്ക് അപ്പോൾ ചിലർ ടെമ്പറേച്ചർ റീസൺ കാണുന്ന. സോ പക്ഷേ പറഞ്ഞത് ചിലർ ഏതെങ്കിലും ഒരു ഏലിയൻ ചെയ്ത എക്സ്പെരിമെന്റ് റിസൾട്ട് ആവാം നമ്മളൊക്കെ ഈ ടൈപ്പ് ആൾക്കാരെ പീഡിപ്പിച്ച് നോക്കി, ഈ ടൈപ്പ് ആൾക്കാരെ പീഡിപ്പിച്ച് നോക്കി, എന്നിട്ട് വരുന്ന ആവാന്ന. സോ ചിലപ്പോൾ നമ്മൾ കൈൻഡ് ഫീലിങ്സ് ആവാം. ഈവൻ ഇപ്പോഴുള്ള നമുക്ക് മങ്കീസിനെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ചില കൈൻഡ് ഓഫ് സ്പീഷീസിന് എന്തോ ബ്രെയിൻ പവർ ഒക്കെ കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അങ്ങനെ തന്നെ ഉണ്ടല്ലോ. ഏത് രാജ്യക്കാരൻ ഞാൻ എന്ത് ടിക്ടോക്കിൽ കണ്ടാണെന്നോ വിൻസ് കണ്ടെന്നോ മങ്കീസിനെ ഹയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പണിയെടുക്കാൻ വേണ്ടി. എന്തോ പ്ലാന്റേഷനകത്ത് അവർ കറക്റ്റ് സമയത്ത് പറയുമ്പോൾ ഈ മങ്കീസ് എല്ലാം വന്ന് വണ്ടി കയറും, പ്ലാന്റേഷൻ കൊണ്ട് വിടും, അത് ചെയ്യേണ്ട ജോലിയൊക്കെ ചെയ്യും. ഇതിപ്പോ പറയാൻ വേണ്ടി ഇപ്പൊ മനസ്സിൽ ഓർമ്മ മറ്റേ ചാർലി ചോക്ലേറ്റ് ഫാക്ടറിയില് ഉമ്പലുംബാസ് അല്ല മറ്റേ അവര് കൊറേ അണ്ണാകുഞ്ഞുങ്ങളുണ്ട്, മറ്റേ അക്രോണിങ്ങിനെ പൊട്ടിച്ചോണ്ടിരിക്കും. അതാ. പിന്നെ ഈ മങ്കീസിനെ ഹയർ ചെയ്തുള്ള ഉപയോഗം, പിന്നെ അവർക്ക് ടാക്സ് കൊടുക്കേണ്ട ഹ്യൂമൻ റൈറ്റ്സ് പ്രശ്നങ്ങളില്ല. അത് ഉടനെ കൂടി പോയാലും ട്വീറ്റ് ചെയ്തു പിന്നെ പറയും ഇതാണെന്ന്. ഈ ഏരിയ 51 ഒക്കെ അറിയില്ലാണ്.
അത് ലൈക്ക് AD51 ബേസിക്കലി എനിക്കറിയാം, ഞാൻ കേട്ടിടത്തോളം അത് ലൈക്ക് സീക്രട്ട് പ്രോജക്ട്സ് ചെയ്യുന്ന ഒരു ഏരിയാസ്. ലൈക്ക് ഏലിയനും കാര്യങ്ങളൊന്നുമല്ല, ബേസിക്കലി അവർ എയർക്രാഫ്റ്റ് ലൈക്ക് ക്രിയേറ്റ് ചെയ്യുന്ന അതിന്റെ കുറച്ച് പരിപാടി നടക്കുന്ന അവിടെയാണെന്ന് നോക്കാം എനിക്ക്. ലൈക്ക് ഞാൻ ഇപ്പോഴും ആരും ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു കോമന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡിനോസോഴ്സ് എല്ലാം ചത്തുപോയിരുന്നു, അപ്പൊ വേറെ ആരും ചത്തുപോയില്ലേ, ഡിനോസോഴ്സ് മാത്രം ചത്തുപോയി. അതാണ്. പിന്നെ അതിന്റെ ആ കോമന്റ് വിളിച്ചതിന്റെ വലിയ ക്രിയേറ്റർ ഒന്നും പിന്നില്ല. എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ, എന്തോ സംതിങ് ഫിഷി കേസ് എന്തോ പറ്റിയിട്ടുണ്ട് ഇവിടെ. ഏരിയ 51 കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം വന്നത്. ഇപ്പോൾ ഈ പ്രസിഡൻസ് ബുക്ക് ഓഫ് സീക്രട്സ് എന്നൊരു സാധനം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒരുപാട് റൂമേഴ്സും വരുന്നുണ്ട്, പ്രത്യേകിച്ച് US-ൽ. അപ്പം ബാക്കിയുള്ള എല്ലാ പ്രസിഡൻസിനും ഇതുപോലെ ബുക്ക് ഉണ്ടായിരിക്കും. അത് സത്യം പറഞ്ഞ പ്രസിഡൻസ് ബുക്ക് ഓഫ് സീക്രട്സ് പറയുമ്പോൾ അത് എനിക്കൊരു ബാഡ് ഈഗോ ട്രിപ്പായിട്ട് അല്ല, അതിനെക്കുറിച്ച് റൂമറാണ്. കാരണം അതിതൊരു പുറത്തറിയാത്തതിന്റെ കാരണം പറഞ്ഞാൽ അങ്ങനെ ഒരു ബുക്ക് ഉണ്ടെങ്കിലും അത് അവർക്ക് പറയാൻ പാടില്ല. ഒരു പ്രസിഡന്റിന് മാത്രമുള്ള ഒരു സീക്രട്ട് ബുക്കാണ്. അതിൻ്റെ അകത്ത് കുറെ ഈ ഏരിയ 51 കുറിച്ചും പല കാര്യങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതെനിക്കൊരു ഈഗോ ട്രിപ്പായിട്ടാണ് തോന്നുന്നത്. അറിയോ, അമേരിക്കയിലെ പ്രസിഡന്റ് മാത്രമേ സീക്രട്സ് ഉള്ളൂ. അതാ ഞാൻ ചോദിച്ചത്. എക്സാക്ട്ലി അതാ ഞാൻ ചോദിച്ചത്. നമ്മുടെ പ്രസിഡന്റ് ഇല്ലേ? എനിക്ക് സ്റ്റേറ്റ്സിന് ചില സമയത്ത് ഒരു ഇതുണ്ട്, സ്വാഗ്. നമ്മളാണ് അത് എനിക്ക് തോന്നുന്നു ഒരു 8 വർഷം മുമ്പൊക്കെ കുറെ കറക്റ്റ് ആയിരുന്നു തിങ്സ് ഹാപ്പനും. ഇപ്പം ഗ്ലോബലൈസേഷൻ കാരണം ലോകത്ത് എല്ലായിടത്തും ഇൻഫർമേഷൻ റീച്ചസ് വെരി ഫാസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ ഒരു പണ്ടത്തെ സ്വാഗ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ സ്വാഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവരിടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങും. അല്ല, ഇതിപ്പോ ഈ ബുക്കിനെ കുറിച്ച് ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ട് മോർ ദാൻ 20-30 ഇയേഴ്സിന് കൂടുതൽ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രശ്നത്തിൽ കുറച്ചുകൂടെ സ്മാർട്ട് ആയിരിക്കും കീപ്പിംഗ് സീക്രട്സ്. ചിലപ്പോൾ അല്ല, പക്ഷെ അതാ ചോദിച്ചത്, വേറെ ഒരു കൺട്രീനെ കുറിച്ചും അങ്ങനെ ഒരു ഇതിനെ കുറിച്ച് ഒരു പറയുന്നത് കേട്ടിട്ടില്ല. ഇവരെ തന്നെയാണ് കുറെ സിനിമയിൽ ഇതിന് റെഫറൻസ് വരുന്നു, ഇഷ്ടംപോലെ മൂവീസ് റെഫറൻസ് വരുന്നുണ്ട്. അപ്പം ഇത്രയും ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി എന്താണ് മറ്റുള്ള കൺട്രീസിനൊന്നും ഇല്ലേ? അവരുടെ ആരും പ്രസിഡൻസിനൊന്നും സീക്രട്സ് ഇല്ല? അതോ അതും കൂടെ ഇതില് പിന്നെ ഇതാണോ? നമ്മുടെ രാജ്യം കുറെ കൂടെ മിസ്റ്റീരിയസ് ആണല്ലോ. നമ്മുടെ രാജ്യം മിസ്റ്റീരിയസ് ലെവൽ 9000 ആണ്. ഇന്ത്യ ഇങ്ങനെ ചുമ്മാ വെളിയിൽ പറഞ്ഞോണ്ട് നടക്കാറില്ല. കാര്യം എന്താണ്? അതാണ് ശരിക്കുള്ള സീക്രട്ട്. അതാ ഇന്ത്യ പിന്നെ മിസ്റ്ററീസിന്റെ ഒരു ഇതാണ് കേസ്. ഓൾസോ ഇന്ത്യയുടെ മിസ്റ്ററിയുടെ കേസ് പറഞ്ഞാൽ മിസ്റ്ററി മാത്രമല്ല, പ്രോബ്ലി അടുത്ത 2 to 3 ഇയേഴ്സിനകത്ത് ബാക്കി എല്ലാ കമ്പനീസിനും പ്രൊഡക്ഷൻ ഇവിടെ തുടങ്ങുന്നതാണ് തോന്നുന്നത്. ലൈക്ക് NVIDIAയുടെയും AMDയുടെയും ഒക്കെ ചിപ്സ് ഇവിടെ ഉണ്ടാക്കാൻ തോന്നുന്നു. ഇവരും ചൈനയായിട്ടുള്ള ബീഫ് കൂടിയാൽ ഇവരെയൊക്കെ പ്രൊഡക്ഷൻ ഇങ്ങോട്ട് മാറ്റും. ചൈനയായിട്ടുള്ള ബീഫ് കുറഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് അവിടെ തന്നെ ചെയ്തോളും. സോ ടാക്സ് കുറയും, നമുക്ക് ലാഭം വരും. ആപ്പിളിന്റെ ഓൾറെഡി അവർ വന്ന് നോക്കിയിട്ട് പോയല്ലോ ഫാക്ടറീസ്. ഓൾറെഡി ചെന്നൈയിലുണ്ടല്ലോ എന്തോ ആപ്പിളിന്റെ ഒരു ഫാക്ടറി. എനിക്ക് അതിനെ ബാംഗ്ലൂർ ഫാക്ടറി ഉണ്ടായിരുന്നു, ചെന്നൈയില് ഒരെണ്ണമുണ്ട്. പിന്നെ ടെസ്ലയ്ക്ക് വന്ന് നോക്കിയിട്ട് പറയുള്ളത് ആൾക്കാരെല്ലാം ദേവി ചെയ്ത് നല്ലപോലെ പണിയെടുക്കുക, നല്ലപോലെ പണിയെടുത്ത്. എനിക്ക് തോന്നുന്നു ചൈനയിലെ ചൈന നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ലൈക്ക് ചൈന അതാണ് ഇതാന്ന് പറഞ്ഞാലും അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഒരു സ്ട്രോങ് വർക്ക് എത്തിക് ഉണ്ട്. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യലി മലയാളികൾക്ക് വർക്ക് എത്തിക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ലൈക്ക് ഐ തിങ്ക് നമ്മൾ കുറച്ചുകൂടെ ലൈക്ക് ഐ തിങ്ക് നമുക്ക് കുറച്ചുകൂടെ ഡു ദാറ്റ് അങ്ങനെ. സോ ആ വർക്ക് എത്തിക്ക് എനിക്ക് തോന്നുന്നു മെയിൻറ്റെയിൻ ചെയ്താലേ ഈ കമ്പനീസൊക്കെ പോകുള്ളൂ. സ്പെഷ്യലി ഇതിൻ്റെ ഗുഡ് സൈഡും പറയാം ബാഡ് സൈഡും പറയാം വർക്ക് എത്തിക്കിൻ്റെ. നമ്മുടെ ഗുഡ് സൈഡ് നമുക്ക് ഇഷ്ടമുള്ള വർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് നല്ലപോലെ ചെയ്യും. അല്ലാത്ത വർക്കിൽ ഐ തിങ്ക് ഇന്ത്യയിൽ നമ്മൾ വി ആർ എ ബിറ്റ് മോർ ലേസി ടു ഡു തിങ്സ് ദാറ്റ് വി ഡോണ്ട് റിയലി ലൈക്ക്. പക്ഷേ അത് ബാഡ് സൈഡാണ്. പക്ഷേ ഗുഡ് സൈഡ് ഇവിടെ വർക്കിൻ്റെ കാര്യത്തിൽ ആൾക്കാർ അല്ലെ വർക്ക് ലോസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ സ്ട്രോങ്ങറാണ്. ചൈനയിലൊക്കെ ആണെങ്കിൽ അത് ആപ്പിളിൻ്റെ ഫാക്ടറീസിനകത്ത് അവർ നെറ്റ്സൊക്കെ വെച്ചു ആൾക്കാർ സൂസൈഡ് ചെയ്തിരിക്കാൻ വേണ്ടി. കാര്യം ആൾക്കാരിങ്ങനെ പണിയെടുത്ത് സൈക്കായിട്ട് അവർക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അവസാനം ഇവർ സൂസൈഡ് ചെയ്യുന്നത് അവർക്ക് മരിക്കുന്നതാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് തോന്നും. എന്നാലും ഇതിന് എഗൻസ്റ്റ് ആരെയും അവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകത്തില്ല. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യും, CCP. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മാത്രമല്ല, ലാസ്റ്റ് ടൈം ആപ്പിളിൻ്റെ ഫാക്ടറിക്കകത്ത് മാനേജേഴ്സ് എംപ്ലോയീസിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ബ്രേക്സിന് വർക്ക് ചെയ്യാതെ ചെയ്താൽ ഞങ്ങൾ സാലറിയുടെ ഇത്രയും % കൂടി തരാമെന്ന്. ആൾക്കാരെല്ലാം ബ്രേക്ക് സ്കിപ്പ് ചെയ്ത് വർക്ക് ചെയ്തു. എന്നിട്ട് മാനേജേഴ്സ് പൈസ കൊടുത്തില്ല. ആപ്പിൾ ഫാക്ടറി മൊത്തം കടിച്ചു ചേർത്തു. ഒന്നും നോക്കിയില്ല അവർക്ക്. സോ ഇവിടുത്തെ ആൾക്കാർക്ക് ആപ്പിളാണ് എന്നുമില്ല, പറഞ്ഞ വാക്കിന് വിലയില്ലെങ്കിൽ പ്രതികരിക്കുന്നുള്ളൊരു സീനാണ്. സോ അങ്ങനെയാണ് അഗൈൻ. സോ അതെ, ഇതെല്ലാം പ്രോപ്പർ ബാലൻസ് ചെയ്ത് മാനേജേഴ്സൊക്കെ ഗ്രീഡി ആവാതെ പോയാൽ ഐ തിങ്ക് നല്ലതായിരിക്കും. ഗ്രീഡി ആയി പോയാൽ ആണല്ലോ അവർക്കിങ്ങനെ ആപ്പിളിൻ്റെ ഫാക്ടറി ആണെന്നൊന്നുമില്ല, പറഞ്ഞ പൈസ കൊടുത്തില്ലെങ്കിൽ ഡൺ. അതാണ്. വേറെ എന്താണ് ബാക്കി എന്താണ് ഈ ആഴ്ചയിൽ ടെക് ന്യൂസ്? അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സാംസങ്, നിങ്ങളുടെ പ്രശ്നം എന്താണ്? സാംസങ് കണ്ടുണ്ടോ? എന്ത് ആപ്പിൾ ചെയ്താലും അതിൻ്റെ കുറച്ചുകൂടെ ലെസ് കൂൾ വേയിൽ സാംസങ് അത് ലോഞ്ച് ചെയ്യും. ഇപ്പം പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ, ആപ്പിൾ പ്രസൻറ്റേഷൻ ചെയ്യും, അതിൻ്റെ തന്നെ ആ
വേർഫ് ഫാക്ടർ കളഞ്ഞിട്ട് സാംസങ് ചെയ്യും. ലാസ്റ്റ് തന്നെ മറ്റേ ആ സാധനം പൊട്ടിക്കുന്നത്, ഓക്കെ, ആപ്പിൾ മറ്റേ സാധനത്തിനൊക്കെ പൊട്ടിച്ച് ഐപാഡാക്കി ഉടനെ പൊട്ടിച്ചിരിക്കുന്ന സാധനത്തിൽ പോയിട്ട് അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഗാലക്സി നോക്കി ഗിറ്റാർ പഠിക്കുന്നു. നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണോ ആപ്പിളിൻ്റെ വേസ്റ്റ് നിന്ന് ജീവിക്കുകയാണോ നിങ്ങൾ? ആണ് എനിക്ക്. സോ അതാണ് ചൈനീസ് മാർക്കറ്റ് കേൾക്കണ്ട. അതെ, ചൈനീസ് മാർക്കറ്റ് നിങ്ങളോട് കേൾക്കാനാണ് ഞാൻ പറഞ്ഞത്. നാണോ ഇല്ലല്ലോ നിങ്ങൾക്ക് കേൾക്കണ്ടോ? പണിയെടുത്ത് ജീവിക്കണം. അതല്ലേ ആപ്പിൾ അറ്റ്ലീസ്റ്റ് ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിലും എനിക്ക് പുതിയ കമ്പനിയാണ് നത്തിങ് കേട്ടോ. എനിക്കെന്തോ നത്തിങ് അവരുടെ പുതിയ മാർക്കറ്റിംഗ് കമ്പനി അവരുടെ നത്തിങ് ഫോൺ 2A എന്ന് പറഞ്ഞ സാധനം ഫസ്റ്റ്ലി നത്തിങ് ഫോൺ ഇറക്കിയപ്പോഴത്തേക്ക് അവർ ആപ്പിളിൻ്റെ iPhone 12 ഡിസൈൻ അതേപോലെ എടുത്തിട്ട് ബാക്കി ലൈറ്റോടെ കത്തിച്ച് ഇറക്കി. എന്നിട്ട് ഇപ്പോൾ അവരുടെ പുതിയ ആപ്പ് എന്തായിരുന്നു ഇതിനകത്ത് അവർ പറയുന്നത് എല്ലായിടത്തും ക്ലോൺസ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ ഡിഫറൻ്റ് ആയിട്ട് iPhone 2 ഇറക്കുന്നുണ്ട്. ഇത്രയും കാലം ആപ്പിളിനെ എന്തൊക്കെ ഇറക്കുന്നു അത് തന്നെ അടിച്ചു മാറ്റി ലൈറ്റും വെച്ച് ഇറക്കുന്ന കമ്പനിയാണ് ഇപ്പോൾ ഞങ്ങൾ ഡിഫറൻ്റ് ആണെന്ന് പറയുന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, iMessage ഇവരുടെ ഫോണിൽ അയക്കാൻ വേണ്ടി നത്തിങ് ചാറ്റ് ഇറക്കി. ഈ നത്തിങ് ചാറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നിന്ന് iMessage ഇറക്കുമ്പോൾ ഇത് കുറേ മാക്സ് ഉള്ള സെർവറിൽ പോയിട്ട് അതിനകത്തൊരു അഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് iMessage അടിച്ചിട്ട് ആ മെസ്സേജിനെ തിരിച്ചു വരും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഐഫോണിൻ്റെ ഫോണിന് മെസ്സേജ് എല്ലാം എൻക്രിപ്റ്റഡ് ആയിരുന്നു, ഇതിൽ പോകുന്ന മെസ്സേജ് എൻക്രിപ്റ്റഡ് അല്ലായിരുന്നു. അപ്പം ആർക്കും വേണമെങ്കിലും ഇതിനെ കാണാൻ പക്ഷെ അത് ചെയ്ത ഉടനെ തന്നെ മറ്റേ RCSന്റെ ഇത് എന്നിട്ട് അത് അടച്ചു പൂട്ടി. എന്നിട്ട് അത് എന്നാണ് നിർത്തി. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അത് നത്തിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ സാംസങ് മെച്ചോണ് കേട്ടോ, അറ്റ്ലീസ്റ്റ് ടെക്നോളജി ഉണ്ട്. നത്തിങ്ങിൻ്റെ ആക്ച്വലി കാൾപ്പിക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി ഇപ്പോൾ OnePlus കയ്യിൽ നിന്ന് പോയി, ഇനിയിപ്പോൾ പക്ഷെ കമ്പാരിറ്റീവ്ലി OnePlusനേക്കാളും ബെറ്റർ നത്തിങ് തന്നെയാണ്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒരു ഐഫോൺ എടുക്കുക, നല്ല സന്തോഷമായിട്ട് ജീവിക്കുക കേട്ടോ, അതായിരിക്കും നല്ലത്. അതെ, കാര്യം നല്ല ഫോൺസാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കൈൻഡ് ഓഫ് ആൻഡ്രോയിഡ് ഫോൺസിനേക്കാളും ആൾക്കാർ കൂടുതൽ കാലം ഐഫോൺസ് ഉപയോഗിക്കുന്നതായിട്ടുണ്ട്. കാര്യം അത്രയും വർഷം ഇപ്പം ഞാൻ 13 Pro Max ഉപയോഗിക്കുന്നത്, ഇപ്പോൾ അതിന് 14 15 പ്രശ്നമൊന്നുമില്ല. സോ നല്ല ബാറ്ററി ലൈഫ് നല്ല ഫീച്ചേഴ്സ് ആയിട്ട് തരുന്നുണ്ട്, വൃത്തിയുള്ള ഫോണുമാണ്. പിന്നെ കസ്റ്റമൈസേഷൻ, എന്തിനാണ് ഈ കസ്റ്റമൈസേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തിനാണ് ഇവിടെ കിടക്കുന്ന എന്തായിരുന്നു ഐക്കൺ എടുത്ത് ഇവിടെ ഇടേണ്ടത്? അത് ഇവിടെ കിടന്നാൽ ക്ലിക്ക് ചെയ്യാൻ പറ്റൂലേ? എനിക്ക് ഇപ്പോഴും ആൻഡ്രോയിഡ് യൂസേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും പറയുമ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്താൽ നിങ്ങൾ ഈ സെയിം ആപ്പല്ലേ ഓപ്പൺ ചെയ്യുന്നത്? അല്ല, കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ഒരു യൂണീക്ക് ആവൂലേ, ലൈക്ക് എൻ്റെ പേഴ്സണലൈസേഷന് ഇപ്പം എൻ്റെ ഫോൺ അതന്നെ കഞ്ഞിനോട് ഇച്ചിരി അച്ചാറും ഇച്ചിരി പപ്പടമൊക്കെ വെച്ചാൽ നമുക്ക് ബിജിറ്റ്സ് ഉണ്ടോ? ബിജിറ്റ്സ് എനിക്ക് കേട്ടോ എന്തെങ്കിലും അതിനുള്ള റെസ്പോൺസ് ഞാൻ ആലോചിച്ച് റെസ്പോൺസ് ഞാൻ പറയുമ്പോൾ സ്ട്രീമിന് അത്ര ആപ്റ്റെന്ന് തോന്നുകയാണ്, ഞാൻ പറയുന്നില്ല അതുകൊണ്ട്. പക്ഷേ എന്നാലും അതാ, പക്ഷെ ഇപ്പോഴും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്തിനാണ് ഈ ഐക്കൺ ഇവിടെ ഇരുന്ന് എന്താ. ഇപ്പോൾ ഒന്ന് ആപ്പിൾ ഇപ്പം എല്ലാവരും പറഞ്ഞു അത് കൊണ്ടുവരുന്നതെന്നാണ് കേൾക്കുന്നത്. ഐക്കൺ എവിടെ ഇടാം, അപ്പം പിന്നെ എല്ലാവർക്കും സന്തോഷമല്ലോ. അത് കാരണം ഐഫോൺ വാങ്ങാത്ത എല്ലാവർക്കും ഇനി ഐഫോൺ വാങ്ങാം, ഐക്കൺ എവിടെ ഇടാം. അതെ, സോ നമ്മളെ NVIDIA കുറച്ച് സാഡ് ന്യൂസ് കാര്യങ്ങളുണ്ട്. അവർക്ക് നമ്മളെ വേണ്ട ഗൈസ്, ഇത്രയും വളർത്തി വലുതാക്കി നമ്മളെ NVIDIA ഒഴിവാക്കി. എങ്ങനെ അവസാനം അവർക്കിപ്പോൾ നമ്മളെ വേണ്ട. അതെ, NVIDIA ഇപ്പം നമ്മൾ നോക്കി പറയും ഗൈസ് നിനക്കൊക്കെ വല്ല കഴിവുണ്ടടാ, ഇതിനൊക്കെ ആരെങ്കിലും അറിയൂടാ ആണ്. സോ ബേസിക്കലി നമ്മളിപ്പോൾ അതാണ് വളർത്തി വലുതേക്ക്. നമ്മളിപ്പോൾ നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കോർപ്പറേറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് A-cards ഉണ്ട്, അതുകൊണ്ട് അതെ നിനക്കൊക്കെ വല്ല കഴിവുണ്ടോ? $3 trillion കമ്പനിയായി. അതെ, അതുകൊണ്ട് അവർ വളർന്നപ്പോൾ എന്തോ ആപ്പിളിനെ ബീറ്റ് ചെയ്തില്ല. എനിക്കൊന്ന് സെക്കൻഡ് തേർഡ് ആണെന്ന്. ആപ്പിളിനെ ബീറ്റ് ചെയ്തു. ഫസ്റ്റ് ഐ തിങ്ക് മൈക്രോസോഫ്റ്റ്, സെക്കൻഡ് NVIDIA, തേർഡ് ആപ്പിൾ ആണെന്ന് തോന്നുന്നു. അല്ല, NVIDIA ആപ്പിളിനെ ബീറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഷെയർ. അപ്പോൾ അല്ല, നമ്മൾ പറഞ്ഞത് NVIDIAക്ക് ഇപ്പം നമ്മളൊരു വിലയില്ല, ഗെയിമേഴ്സിനെ വേണ്ടെന്ന്. അതെ, കേട്ടോ, ഗെയിമേഴ്സിന് പണ്ടേ വീട്ടിൽ വിലയില്ല, നാട്ടിൽ വിലയില്ല. ഇപ്പൊ വില കൊടുക്കുന്ന NVIDIAക്ക് വിലയാണെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ മാത്രം അവർക്ക് അത് പറഞ്ഞപ്പോഴേ NVIDIA മറ്റേ പുതിയൊരു കാർഡിന്റെ ഇത് കാർഡല്ല മറ്റേ ഓട്ടോ OCയുടെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഓട്ടോമാറ്റിക് ആയിട്ട് ഓവർക്ലോക്ക് ചെയ്യുന്ന ഒരു പരിപാടി. ഓട്ടോ OCന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് ഇനി കാർഡ്സ് വീട്ടിലിരുന്നോണ്ടല്ല, ലൈക്ക് നോർമലായിട്ട് ഓവർക്ലോക്ക് ചെയ്യാം, വാറന്റി പോലും ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അത് നല്ലതല്ലേ, തലത്താരം ഓവർക്ലോക്ക് ഇങ്ങോട്ട് കഷ്ടപ്പെട്ട് വോൾട്ടേജ് നോക്കി മെഗാഹെർട്സ് കൂട്ടി കുറച്ച്. അത് വേണ്ടല്ലോ. ചോദിക്കണം ബ്രോ, എന്നാണ് 5090 ലോഞ്ച് ആവുന്നത്? 5090 മോസ്റ്റ്ലി ഈ ഫോണിലായിരിക്കാം ലോഞ്ച്. ബട്ട് ഈ ഇപ്പം കഴിഞ്ഞ എന്താ പറയുക NVIDIA കീ നോട്ടിൽ
ഒരു കാർഡ് പൊക്കി കാണിച്ചിട്ട് ദിസ് ഈസ് ഫോർ ഗെയിമേഴ്സ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിന് 5090 ആണോ 4090 ആണോ ഏത് കാർഡാണെന്നൊന്നും പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല. അത് ഊക്കിയതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതാണ് ഇപ്പം സത്യം പറഞ്ഞാൽ ഗെയിമേഴ്സിന് എനിക്ക് തോന്നുന്നു താങ്ങി നിർത്താൻ അങ്ങനെ ഒന്നുമില്ല. AMD ആണെങ്കിൽ പോലും ഹയർ എൻഡ് സെഗ്മെൻറ്റ് വിട്ടിട്ട് ലോവർ സെഗ്മെൻറ്റിലേക്ക് പോയി. NVIDIA ആയിട്ട് കമ്പീറ്റ് ചെയ്യുന്നില്ല. കാര്യം നിങ്ങൾ NVIDIA എത്ര പുച്ചാലും നിങ്ങൾ NVIDIA കാർഡ്സ് എടുക്കും, ബിക്കോസ് ടെക്നോളജി. അതുകൊണ്ട് ഇപ്പം AMD ബജറ്റ് സെഗ്മെൻറ്റിലേക്ക് പോയി. ഇന്ത്യയിൽ ഇനി ഗെയിം സെഗ്മെൻറ്റ് എനിക്ക് അറിഞ്ഞൂടാ, ഗെയിം സെഗ്മെൻറ്റിലേക്ക് ഇനി കടന്നു വരുമോ? ഇന്ത്യയിൽ ഇച്ചിരി കടുക്കും, ബട്ട് അവർ വിചാരിച്ച അവർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇപ്പം ലേറ്റസ്റ്റ് NVIDIA ഒരു എന്ന് പറയുമ്പോൾ അവർ ലാസ്റ്റത്തെ കീനോട്ടിൽ അവർ ബ്ലാക്ക്വെല്ലിൻ്റെ GPUs അവർ ലോഞ്ച് ചെയ്ത, ബേസിക്കലി ഇൻഡസ്ട്രിയൽ GPUs ആണ്. അപ്പോൾ ഇതിന് വരുന്നത് ഐ തിങ്ക് 8 GPU ആണ് ഒറ്റ ബ്ലോക്കിൽ വരുന്നത്. ടോട്ടൽ അതിൻ്റെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് 15,000 വാട്ടാണ്. 15,000 വാട്ട്. അത് ആലോചിച്ച് നോക്കണം. 15,000 വാട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പറയാമോ? പഞ്ചായത്ത് 10,000 വാട്ട്സ് ഒന്നും ആവത്തില്ല. 15,000 15,000 പോരാ. 15,000 വാട്ട് എന്തൊക്കെ പറയാം? 15,000 വാട്ട്സ് എന്ത് പറയാം? ഒരു വീട് പറയാമോ? 10,000 പറയുമ്പോഴത്തേക്ക് 1 kV അല്ലേ? ഞാൻ ചാറ്റ് GPT ചോദിക്കട്ടെ, 15,000 വാട്ട് എന്തൊക്കെ പറയാൻ ഇല്ല, പറ്റില്ല? പോരാ. 15,000 കൊണ്ട് ഒരു അത് ആലോചിക്കണം. അത് വെറും 8 GPU മാത്രം. ഇതൊരു ഫുൾ സെറ്റ് ഉണ്ട്. ആ ഒരു ഫുൾ സെറ്റിൽ മോർ ദാൻ 15 GPU ഉണ്ടെന്ന് അറിഞ്ഞത്. ഓക്കെ, ക്യാൻ 15,000 വാട്ട്സ് പവർ എ ഹൗസ് നോക്കട്ടെ. അതുമാത്രമല്ല, NVIDIA അടുത്ത ഒരു എന്ന് പറയുമ്പോൾ അവരെ 90% കസ്റ്റമർ സർവീസ് മാറ്റി AC പവേർഡ് അവതാറാക്കാൻ പറ്റും. ഓക്കെ, ഇത് കേട്ടോ, 15,000 വാട്ട്സ് ഒരു വീടിനെ പവർ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, 15,000 വാട്ട്സ് ക്യാൻ റൺ എൻറ്റയർ ഹൗസ്. കാര്യം ആവറേജ് അമേരിക്കൻ ഹൗസ് ഹോൾഡിനകത്ത് നമുക്ക് 15,000 വാട്ട് നമ്മൾ 15 കിലോവാട്ട് ആണ്. ഒരു ആവറേജ് അമേരിക്കൻ ഹൗസ് ഹോൾഡ് ഉപയോഗിക്കുന്നത് 877 കിലോവാട്ട് അവർ ആണ്. അതായത് 29 കിലോവാട്ട് അവർ പെർ ഡേ. 15,000 watt is significantly higher than the average continuous usage, meaning it can handle peak loads. ഒരു ദിവസം ഒരു വീട് ഓടിക്കാം. ഒരു വീടിക്ക് അല്ലേ 15,000 watts അല്ലേ ഈ കാർഡും ഓരോ ദിവസം ഉപയോഗിച്ചോണ്ടിരിക്കില്ലേ? ഇത് വെറും ഒരു ബ്ലോക്ക് ആണത്. ആണോ? സോ അതാ ഒരു സോളിഡ് വീട് പവർ ചെയ്യുന്ന ഇതിനകത്ത് ഇത് ഒരു വീട് ഈക്വൽ ടു ഒരു കാർഡ്. ഒരു ആവറേജ് ഹൗസ് അങ്ങ് പവർ ചെയ്യാനുള്ള ഇതാണ്. ഹൗസിന്റെ കാര്യം പറയുമ്പോഴാണ് നിങ്ങൾ ആമസോണിൽ നിന്ന് ഇപ്പോൾ ആൾക്കാർ വീട് വന്നിട്ടുണ്ടോ പുറത്തൊക്കെ? മറ്റേ കണ്ടെയ്നറിലെ അതന്നെ, അതിങ്ങനെ തുറന്നിട്ട് അത് വിലയും കുറവാട്ടോ. നമ്മുടെ ഇവിടുത്തെ 3 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വാങ്ങാം. വല്ലവരുടെ പറമ്പിലെ കൊണ്ട് വെച്ചാൽ മതി. പോകാൻ പറയുമ്പോ എടുത്തോണ്ട് പോയാലോ, മൂവബിളാണല്ലോ. പക്ഷെ അതിനെക്കാട്ടിലും ആ പൈസക്ക് മറ്റേ ഒരു സെക്കൻഡ് ഹാൻഡ് കാരവൻ വാങ്ങിക്കണായിരിക്കും നല്ലത്. ശരിയാ, അതാണ് ഏറ്റവും നല്ലത്. കൊടുങ്കാറ്റൊന്നും ഓടിച്ചെങ്കിലും പോവാ. കൊടുങ്കാറ്റൊന്നും ഷീറ്റെല്ലാം കൂടെ എടാ, ഏതോ സിനിമയിലെ മാസ്റ്റർ ലെവലിൽ പറഞ്ഞത് കൊടുങ്കാറ്റ് വരുമ്പോൾ നമ്മൾ കൊടുങ്കാറ്റിന്റെ അങ്ങോട്ട് പോകണം, കൊടുങ്കാറ്റിന്റെ ബാക്കിലേക്ക് പോരുന്നത് പെട്ടെന്ന് തീരുന്നു. പുള്ളിക്കാരത്ത് ലോജിക്കലായിട്ട് അടിച്ചു തുടങ്ങ പോകും. ഇതറിഞ്ഞായിരുന്നോ? ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, NVIDIA 90% കസ്റ്റമർ സർവീസ് അവർ മാറ്റി AI അവതാറാക്കാൻ പോകുന്നു. വെരി ഗുഡ്. പിന്നെ അടുത്തുള്ളത് നമ്മളാ സോക്കറ്റബിൾ റാം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ നമ്മളെ സ്റ്റിക്ക് മാറ്റി ഇപ്പോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ. ഇപ്പോഴാണ് ഇച്ചിരി കൂടെ ഇതായത്. ഇപ്പോഴാണ് റിവീൽ ചെയ്തത് ആക്ച്വലി സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാരും പറഞ്ഞില്ല അതിന്റെ മേളിൽ കൂടെ ഡിസ്പ്ലേയും കൂടെ വെച്ചാൽ നൈസായിരിക്കുന്ന. ബട്ട് അവര് പറയുന്നത് പറഞ്ഞാൽ പെർഫോമൻസ് ഇൻക്രീസ് ഉണ്ടെന്ന്. ഡയറക്റ്റ് മെമ്മറി ലൈൻസ് കണക്ട് ആയി അപ്ഗ്രേഡബിലിറ്റി ഉണ്ട്. ഇനി അവര് അതിന്റെ കാർഡ്സ് ഇറക്കിയാൽ അപ്ഗ്രേഡബിലിറ്റി ഉണ്ട്. ബട്ട് അവർ പറയുന്ന വയറിങ് കാര്യങ്ങളൊക്കെ ബെറ്റർ ആവുന്ന. സാധാരണ നമ്മളിപ്പോൾ ഒരു AI കൂളർ വയ്ക്കുമ്പോൾ ആ വയറ് നമ്മളെ റാമിൽ തട്ടിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ നമ്മൾ ആ എയർ കൂളർ ആണെങ്കിൽ തട്ടിക്കുന്ന ആ ഒരു ഇഷ്യൂ ഉണ്ട്. ഇവരിപ്പോൾ പറയുന്നത് അതൊക്കെ ഒഴിഞ്ഞു മാറുന്ന ആ ഒരു ഇതിൽ. എനിക്ക് തോന്നുന്നത് അപ്ഗ്രേഡിന് വേണ്ടി ഒരു അപ്ഗ്രേഡ് പോലെ കൈൻഡ് ഓഫ് അപ്ഗ്രേഡിന് വേണ്ടി എന്തെങ്കിലും ഒരു വെറൈറ്റി വരുത്തുന്ന കേസ്. റാം ഇപ്പോൾ അവർ നോക്കുമ്പോൾ കുറേ കാലമായിട്ട് അതേപോലെ തന്നെ ഇരിക്കുന്നു. സോ അതിന് വേണ്ടി ഒരു ചേഞ്ച്. പിന്നെ ഒരു ഇത് പറഞ്ഞായിരുന്നു നമ്മളെ
ARM ബേസ്ഡ് ചിപ്സ് ഇല്ലേ, ലൈക്ക് ദ എഫിഷ്യൻ വൺസും ഇനി ഫ്യൂച്ചറിലുള്ള ചിപ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്റൽ സിഇഒൻ്റെ അടുത്ത് ചോദിച്ചു, അവർ ലൈക്ക് ARM ബേസ്ഡ് ചിപ്സിലോട്ട് സ്വിച്ച് ചെയ്യാൻ താല്പര്യം, ലൈക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടെന്ന്. പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറയുമ്പോൾ അവരെ പുതിയ ലൈക്ക് ലൂണാർ ലേക്കാണ് അവരുടെ അടുത്ത ജെൻ പ്രോസസ്സേഴ്സ്. അത് ഡെസ്ക്ടോപ്പാണ്, മൊബൈൽ പ്രോസസ്സർ. അത് ലൈക്ക് ദി ബെസ്റ്റ് പെർഫോമൻസും കാര്യങ്ങളും എല്ലാം അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അവർക്ക് ലൈക്ക് അവർ പറയുന്നത് നോ ബ്രെയിനർ ആണെന്നാണ്. അവർ എന്താ പറയണ ആ ഒരു ARM ബേസ്ഡ് ചിപ്സെല്ലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതെ. ആൻഡ് അവർ മാത്രമല്ല, ഓൾസോ അവർ NVIDIA വരെ പറഞ്ഞു അവരും ആമിലേക്ക് മാറുകയാണ്. ആൻഡ് ഓൾസോ AMD ആണ് അവരുടെ ARM ബേസ്ഡ് ചിപ്സ് ഇറക്കാൻ പോകുന്നത്. ആൻഡ് സോ അതാണ്. സോ ഗൈസ്, ARM ആണ് ഫ്യൂച്ചർ. ARM നിങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ റൺ ചെയ്യുന്നതെല്ലാം ARM പ്രോസസ്സാണ്. സോ അതേപോലെ ആ സെയിം പ്രോസസ്സ് ആയിരിക്കും ഡെസ്ക്ടോപ്പിന് പവർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഫുൾ ഡേ ബാറ്ററി ലൈഫ് മുതലേ കാര്യങ്ങൾ കിട്ടും. ആൻഡ് ഓൾസോ ഞാൻ പറയുകയാണ്, ലാപ്ടോപ്സിന് ഭയങ്കര സർജ് മിക്കവാറും മാർക്കറ്റിൽ വരാൻ പോകുമായിരിക്കും. സ്പെഷ്യലി ഇപ്പം മൈക്രോസോഫ്റ്റ് അവരുടെ AI പവർ ലാപ്ടോപ്സ്, NVIDIA അവരുടെ AI പവർ ലാപ്ടോപ്സ്. ഞങ്ങൾ NVIDIA ഇവൻറ്റിൽ പോയപ്പോഴത്തേക്ക് NVIDIA കാണിച്ച ഡെമോസിലും 8 ഡെമോയിൽ 7 ലാപ്ടോപ്സിലായിരുന്നു. സോ ലാപ്ടോപ്പിനൊരു ഭയങ്കര സർജ് വരാൻ പോകുന്ന കാര്യത്തിലേക്കാണ് നമ്മൾ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ കേട്ട് പരിചയം കാണില്ല, ലിയാൻലി എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനിയുണ്ട്. മോസ്റ്റ്ലി അവർ ക്യാബിനറ്റും ഫാൻസും കാര്യങ്ങളും ഇറക്കുന്നത്. അവർ പുതിയൊരു വയർലെസ് എന്താ പറയുക ARGB കൺട്രോൾ ലൈക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. എന്ന് പറയുമ്പോൾ നമ്മൾ ആ ട്രഡീഷണൽ ഹബ്ബ് ആയിരിക്കത്തില്ല ഇനി തൊട്ട്. ലൈക്ക് ബേസിക്കലി ഒരു വയർലെസ് റിസീവറാണ്. നമുക്ക് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ലൈക്ക് നമ്മൾ പ്ലഗ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചേഞ്ച് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഹബ്ബ് വെച്ച് ഇനി ഒന്നും ചെയ്യണ്ട. ARGBനെ പറ്റി പറഞ്ഞു. ഗൈസ്, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഓൺ RGB ലൈറ്റിംഗ് ഇൻ PC? നിങ്ങൾക്ക് ലൈറ്റിംഗ് ഇഷ്ടമാണോ? RGB എന്താണ് ബോബി? വോട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് PC ലൈറ്റിംഗ് ഇഷ്ടമാണോ? ലൈറ്റിംഗ് ഇഷ്ടമല്ല? ബൈ ബോബി, ബൈ. ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇഷ്ടമല്ല. വെറുതെ കണ്ണിൽ ലൈറ്റ് ഒക്കെ അടിച്ചിരുന്നിട്ട് പിന്നെ ഉറക്കവും എടുത്തില്ല, ഒന്നും എടുത്തില്ല. നിനക്ക് എനിക്കും അങ്ങനെ തന്നെ. എനിക്ക് ലൈറ്റേ വേണ്ട. എനിക്കൂടെ അല്ലെങ്കിൽ ലൈറ്റിങ്ങോ? ഞാനൊരു ഫ്ലാഷി ബിൽഡാണ് എടുക്കണമെങ്കിൽ ഓബിയസ്ലി പ്രിഫർ ചെയ്യും. ലൈക്ക് ഞാൻ അത്യാവശ്യം നല്ല പൈസ ഇറക്കി ഒരു ബിൽഡാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 4 ആൾക്കാരെ കാണിക്കണം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ RGB ഓൺ ആക്കി ഇടും. അല്ലാണ്ട് ലൈറ്റ് വേണം, ഒരു എസ്തെറ്റിക് ആയിട്ട് ഒരു ചെറിയ ലൈറ്റ്, ഒരു ലൈൻ പോലെ ഒരു കളർ, അതൊക്കെയാണ് ഓക്കെ. അല്ലാതെ ഇതുപോലെ മറ്റേ എല്ലാ കളറും മാറിയിട്ട് കണ്ണൊക്കെ അടിച്ചു പോകുന്ന രീതിയിലേക്ക്, അതെ കണ്ണൊക്കെ അടിച്ചു പോകുന്ന രീതിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. RGB അതാ എനിക്ക് RGBനെ പറ്റി എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിനെ കാണിക്കാനും ഫ്ലെക്സ് ചെയ്യാൻ നൈസാണ്. പക്ഷേ സ്വന്തം റൂമിൽ ഇരിക്കുമ്പം രാത്രി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ ഉള്ള ഒരു സീനുണ്ട് മോനെ. എന്തിന് അത് ആ PC RGB മാത്രമല്ല, നമ്മുടെ PCക്ക് പവർ ഓൺ ബട്ടൺ ഒരു ലൈറ്റാണ്, ഒരു ചെറിയ ബ്ലൂ ലൈറ്റ്. അതുവരെ രാത്രി വയ്ക്കുമ്പോഴത്തേക്ക് റൂം മൊത്തം ഫില്ലായിട്ട് ഇങ്ങനെ കിട്ടും, ഭയങ്കര അനുഭവിക്കാം. അപ്പോഴാണ് പിന്നെ പുതപ്പൊക്കെ എടുത്ത് മൂടിയിടാൻ തോന്നുന്നത്. സോ ലൈറ്റ് നൈസാണ് ഫോർ ഫ്ലെക്സിങ്. പേഴ്സണൽ യൂസ് ചെയ്യുമ്പോൾ PC ഫുൾ മാറ്റ് ബ്ലാക്ക് ആയിട്ടിരുന്ന അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേക ശല്യമില്ല. അപ്പോഴാണ് കേസ് അപ്പോൾ ഇപ്പോൾ ഈ ലിയംലി ഇപ്പോൾ വയർലെസ് കേബിൾസ് കൊണ്ടുവരുന്നു, അല്ല വയർലെസ് റിസീവേഴ്സ് കൊണ്ടുവരുന്നു. ഇപ്പം പുതിയൊരു ട്രെൻഡ് ഉണ്ട് നമ്മുടെ PC മാർക്കറ്റിനകത്ത്. വേറെ കേബിൾസ് തന്നെ ഫുൾ ഹൈഡ് ചെയ്യാൻ വേണ്ടി പ്രോജക്ട് 0 എന്നൊക്കെ പറഞ്ഞു. കേബിൾസ് തന്നെ ബാക്കിൽ കൂടെ പോകുന്നു, കേബിൾസ് വരുന്നില്ല. സോ എന്താണ് നിങ്ങളുടെ തോട്ട് ഇതിനകത്ത്? ഈ കേബിൾസ് ഹൈഡ് ചെയ്യുന്നത് നല്ലതാണോ, അതോ കേബിൾസ് ഡിസ്പ്ലേ ചെയ്യുന്നതാണോ നല്ലത്? എന്താണ്? ബാക്കി പോട്ടെ, നല്ലതാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവരെങ്ങനെയാണ് ഇതിന് ഇപ്പം ഇതിനനുസരിച്ച് ഇനിയിപ്പോൾ കേസസ് അതനുസരിച്ച് ഇറങ്ങേണ്ടി വരും, ബോർഡ്സ് അതനുസരിച്ച് മാറും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് മേ ബി ഈ പറഞ്ഞ പോലെ കേബിൾസിനൊക്കെ ഡാമേജ് വരാൻ സാധ്യത കൂടുതലായിരിക്കും. കാരണം ബോർഡിൻ്റെയൊക്കെ ബാക്കിൽ കൂടെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഇത് എടുക്കാൻ പോകുന്നത്. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അത് ഈ വളഞ്ഞിരുന്നും അല്ലാതിരുന്നും ഒക്കെ ചിലപ്പോൾ ഡാമേജ് വരാൻ ചാൻസസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല, നമുക്ക് ഇതുവരെ കാണാൻ പറ്റാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല. ബട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഇപ്പം പറയുകയാണെങ്കിൽ അതിന് ഡാമേജ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇപ്പം ട്വീക്ക് ചെയ്യണം, ബാക്ക് ഫുൾ അഴിച്ച് മൊത്തം എടുത്ത് ഭയങ്കര സീനാണ്. ട്വീക്ക് എളുപ്പമാകത്തില്ല ഇപ്പോൾ, അപ്പോൾ ബാക്ക് മാത്രം വെച്ചാൽ മതിയല്ലോ. എന്നാ ബ്രോ അല്ല, കേബിൾ മാനേജ്മെന്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഇടയിൽ കൂടെ എവിടുന്നിട്ട് എടുക്കും എന്നുള്ളൊരു സീൻ കാണുമായിരിക്കും. എങ്ങനെ പോലും ബോർഡിന് ഇപ്പൊ ബാക്കിൽ ഒരു മെറ്റൽ പ്ലേറ്റ് വേണം, അപ്പൊ അതിന്റെ ഇടയിലായിരിക്കും ഇത് മൊത്തം സെറ്റ് ചെയ്യുന്നത് ഇവര്. അപ്പൊ അത്ര തിൻ ഇതായിരിക്കും യൂസ് ചെയ്തത്, കേബിൾസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതിന്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ അത് പ്ലേസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബോർഡ് ഇനി അഴിക്കേണ്ടി വരുമോ എന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ അവർ അത്രയ്ക്കും വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു കട്ടൗട്ട് വെക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ അങ്ങനെ വെച്ചാലും ഇതെടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അതാ പറഞ്ഞ ഈ പ്രോജക്ട് 0 വരുമ്പോൾ കേസിൻ്റെ എല്ലാം ബാക്കിൽ കട്ടൗട്ട്സ് മാറും.
എന്നിട്ട് അവർ പറഞ്ഞു പറയുമ്പോഴത്തേക്ക് എല്ലാത്തിനും ബാക്കിൽ കുറേ സ്പേസ് കൊടുത്തിട്ട് ഡ്യുവൽ ചേമ്പർ ബേസിക്കലി ഡ്യുവൽ ചേമ്പർ അല്ല, പക്ഷേ ഇപ്പോൾ കൈൻഡ് ഓഫ് കേബിൾസ് ഇങ്ങനെ വരുന്നില്ലേ, എന്നിട്ട് പ്ലഗ് എവിടെയാണ് പോകുന്നത്, അതിനൊരു പ്ലഗ് ബാക്കി വരും. ഇപ്പോൾ എവിടെ കണക്ഷൻ ഉണ്ടോ അതിൻ്റെ പ്ലഗ്സ് സ്ട്രൈറ്റ് ബാക്കിൽ നിന്ന് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കൊന്ന് കൈൻഡ് ഓഫ് ചിലപ്പം എളുപ്പമാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാക്ക് മാറുന്ന പറഞ്ഞാൽ മതി, വല്ല കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യണം. ഫ്രണ്ട് വിചാരിക്കണം അതല്ല, നമ്മളിപ്പം മദർ ബോർഡ് ടിപ്പിക്കലി നമ്മൾ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്ന ടൈമിൽ അത് ബെൻഡ് ആവാൻ ചാൻസ് കൂടുതലായിരിക്കും. ഇല്ലില്ല, എനിക്ക് തോന്നുന്നില്ല. അത് കറക്റ്റ് സ്ക്രൂസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് യൂണിവേഴ്സലായിട്ട്. എനിക്ക് പക്ഷേ ഒരു ഡൗട്ടേ, ഇപ്പോൾ ഉള്ള ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് മദർ ബോർഡ്, ഇപ്പോൾ ഉള്ള മദർ ബോർഡ് എടുത്തു, അതിനെല്ലാം ഓരോ കൺട്രി 90 ഡിഗ്രി ഒരു 90 ഡിഗ്രി അഡാപ്റ്റർ കൊടുത്താൽ അത് പ്രോജക്ട് 0 ആയില്ലേ അല്ലേ? ഇങ്ങനെ സാധനത്തിൽ 3D പ്രിന്റഡ് ബാക്കിലേക്ക് അഡാപ്റ്റർ കൊടുത്തല്ലേ, പിന്നെ എല്ലാം ബാക്ക് കൊടുക്കാൻ പറ്റൂലേ? പക്ഷെ അങ്ങനെ കേസസ് സപ്പോർട്ട് വേണ്ടേ? അല്ല, ഇപ്പോൾ കേസ് ഈ സൈഡ് ഇങ്ങനെ കൂടെ അല്ലേ വരുന്നത്, എങ്കിൽ ആ സൈഡിലേക്ക് ഒരു 90 ഡിഗ്രി സാധനം കൊടുത്തപ്പോൾ. അല്ല, അതാ ഞാൻ ബ്രോ പറഞ്ഞത്. ഇപ്പൊ ചില കേസ് ബ്രോയ്ക്ക് തന്നെ അറിയാം, മുകളിൽ നമ്മുടെ CPU പവർ അതിന്റെ ഇടയിൽ കൂടെ കയറ്റാൻ തന്നെ പ്രയാസമാണ്. ആ ഹോൾസ് ഒക്കെ ഭയങ്കര ചെറുതായി. പക്ഷെ അവിടെയാണ് ഈ 90 ഡിഗ്രി ഉപയോഗം കേട്ടോ. അപ്പോൾ ബാക്കിൽ കൊടുത്താൽ മതി, ഇടയിൽ കൂടെ കൊടുക്കണ്ട, ബാക്കിലേക്ക് ഇരുന്നോളും. മനസ്സിലായി. അതാ പറഞ്ഞത്, ഇപ്പൊ നമ്മള് ഫിസിക്കലി കാണാത്തോണ്ട് എനിക്ക് അറിയത്തില്ല അതിനെ കുറിച്ച് പറയാം. ഏതെങ്കിലും ഒരു കേസെങ്കിലും ഇറക്കി കഴിഞ്ഞിട്ട് പറയാം ഇത് എളുപ്പമാണോ അല്ലയോ എന്നുള്ള കാര്യം. MSI ഒരു കേസ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. MSI ഇപ്പോൾ പ്രോജക്ട് 0 ഒരു കേസ് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ലേഔട്ട് ഉണ്ടോ കാണാൻ പറ്റുമോ? അതിനെ പറ്റി ഫോട്ടോ എടുത്ത് MSI പ്രോജക്ട് 0 ടൈപ്പ് ചെയ്താൽ കാണാം. ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് അസ്യൂസിന്റെ ഒരു പ്രോജക്ട് 0 ലൈക്ക് ബാക്കിൽ പിന്നെ ഒരെണ്ണം കണ്ടായിരുന്നു, 70,000 rupees അതിന്. അത് എന്തൂസിയസിന്റെ പ്രൈസ്, അത് എന്തൂസിയസ് പ്രൈസിങ്, അതെല്ലാം താഴെ വരും. 70,000 is way too much. അത് വാങ്ങും. പ്രോസറെല്ലാം ഫ്രീ ഉണ്ടോ? പ്രോസർ ഒന്നും കഴിയില്ല, ജസ്റ്റ് ROG ബ്രാൻഡിങ്. ROG അസ്യൂസിന്റെ കാര്യങ്ങളൊക്കെ വെറൈറ്റിയാണ്. ഐ തിങ്ക് ഇന്ത്യയിൽ കുഴപ്പമില്ലല്ലേ ആ ഒരു അലിഗേഷൻസും ഇഷ്യൂസ് ഒക്കെ? ഇല്ല, ഇന്ത്യയിൽ അലിഗേഷൻസും പ്രശ്നങ്ങളൊക്കെ കുറവാണ്. കാരണം ഇന്ത്യയിൽ അസൂസ് വെൽ ഡൺ അസൂസ്, നിങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. കാനഡയിലും US-ലാണ് പ്രശ്നം. പ്രോജക്ട് 0 ബാക്ക് ടു ദ BT സൂം ചെയ്ത് നോക്കട്ടെ. അസൂസ് പ്രോജക്ട് 0 ആ ഒരു സ്ട്രിമ്മർ കേബിൾ വെച്ച് അല്ലെങ്കിൽ ആ ഒരു ബ്രൈഡഡ് കേബിളോ അല്ലെങ്കിൽ ബ്രോ ആക്ച്വലി എക്സാക്ട്ലി ഇപ്പൊ ഇരിക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ തിരിഞ്ഞായിരിക്കുന്നതേ ഉള്ളൂ. അതില് വളവും തിരിവൊന്നുമില്ല. ഇപ്പൊ നമ്മൾ എങ്ങനെ വെച്ചേക്കുന്നോ അതുപോലെ തന്നെ ആ കേബിൾ കട്ടൗട്ട് അവർ ചെറിയൊരു കട്ടൗട്ട് വെച്ചിട്ടേ ഉള്ളൂ, വലിയ കട്ടൗട്ട് അല്ല വെച്ചേക്കുന്നത്. MSI അങ്ങനെ. അപ്പൊ ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഓക്കെ. ബട്ട് അടുത്ത പ്രശ്നം പറഞ്ഞാൽ ഇത് കേബിൾ മാനേജ്മെന്റ് ചെയ്യാനാണ് പാട്. കാരണം കേബിളിന്റെ ലെങ്ത് ഇപ്പം ഭയങ്കര ഇതായി. ഇനി ഇത്രയും ലെങ്ത് വേണ്ട, മറ്റേ അകത്തുനിന്ന് റൗട്ട് ചെയ്തെടുക്കാനായിരുന്നു നീളം. ഡുവൽ ചേമ്പർ ഇതേപോലത്തെ ഡുവൽ ചേമ്പർ ക്യാബിനറ്റ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ചുട്ടി കൂട്ടി അങ്ങ് ഇട്ടാൽ മതി. അതൊക്കെ OCD. എനിക്ക് അതൊക്കെ വരും. ചാല് വെട്ടി കിട്ടതുപോലെയൊക്കെ സാധനം വേണം. നമ്മളൊക്കെ അങ്ങ് ചൂട്ടി. ഡുവൽ ചേമ്പർ ആണെങ്കിൽ അത്രയും നല്ലത്. ചുട്ടി കൂട്ടി ഒരു സൈഡ് അങ്ങ് ഇട്ടാൽ മതി. മറ്റേ ഡുവൽ ചേമ്പർ അല്ലാത്തതാണ് നമ്മൾ വെള്ളം നമ്മൾ ഉദ്ദേശിച്ചില്ലേ. നമ്മുടെ പീസിലാണ്, നിങ്ങളുടെ പീസ് നമ്മളെല്ലാം മാനേജ് ചെയ്തിട്ടുണ്ട്. മാക്സ് സേഫ് പോലത്തെ എന്തെങ്കിലും ഒരു ടെക്നോളജി ഈ പറഞ്ഞ എല്ലാ ഐറ്റംസിനും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പം ആപ്പിൾ മാക്സ് സേഫ് കൊണ്ടുവന്നില്ലേ, ഏതാണ്ട് അതുപോലത്തെ ഒരു സിമിലർ കൈൻഡ് ഓഫ് ടെക്നോളജി ഈ പറഞ്ഞ പോലെ നമുക്ക് കേബിൾസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എല്ലാ ഐറ്റംസിനും അതുപോലെ ഒരു ഇത് കൊണ്ടുവന്നിരുന്നെങ്കിൽ. ആപ്പിൾ മാക്സ് സേഫിനുള്ള പേറ്റന്റ് കാണുന്നോ? അതുകൊണ്ടായിരിക്കണം. അല്ല, ഞാൻ പറഞ്ഞ അത് പറ്റത്തില്ല. ഒരു സിമിലർ കൈൻഡ് ഓഫ് ടെക്നോളജി. കാരണം ഇപ്പൊ കീബോർഡിന്റെ റിസീവറും മറ്റേതും എല്ലാം നമുക്ക് അതുപോലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചിട്ട് വേണം. ഓക്കെ ബോയ്സ്, നമ്മൾ സ്ട്രീം ചെയ്യാൻ ഇറങ്ങിയിട്ട് 1.5 മണിക്കൂറായി. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് നമുക്ക് ഫൈനൽ തോട്ട്സ് വെച്ചിട്ട് വി വിൽ റാപ്പ് അപ്പ് ഫോർ നൗ. ഓൾസോ മൈൻഡ് നമ്മൾ വിളിച്ചിരിക്കുന്നത് മൈൻഡ് പറഞ്ഞാൽ സ്ട്രീം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അപ്പോൾ സ്ട്രീം ക്ലോസിങ്ങിന് ഇനി ഫൈനൽ തോട്ട്സ് അല്ലെങ്കിൽ ഫൈനൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ്? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം, എല്ലാം ആൻസർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അടുത്ത നമ്മുടെ പോഡ്കാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കമൻസ് ആയിട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഈ പോഡ്കാസ്റ്റിന്റെ കട്ട്സ് ഒക്കെ നമ്മൾ ഇൻസ്റ്റയില് റീൽസ് ആയിട്ടൊക്കെ ഇടുന്നുണ്ട്. സോ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം കളറാക്കുക. എന്നാലും മലയാളി എനിക്ക്
കൊടുക്കരുത് guys. റീച്ച് നിങ്ങൾ തരണം guys. ഗൈസ് നിങ്ങൾ ആ നമ്മുടെ പുതിയ റീൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പോയി കാണട്ടോ. ഞാൻ അതിനൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മളൊരു നല്ല ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെ ടേക്ക് കെയർ ചെയ്യാൻ ഒരു വയസ്സാകുമ്പം മനുഷ്യരെയാണോ റോബോട്ട്സിനെയാണോ നിങ്ങൾ എന്തായിരുന്നു ട്രസ്റ്റ് ചെയ്യാന്ന്. നിങ്ങളപ്പോൾ റീൽ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ആൻഡ് ഓൾസോ യെസ് നമ്മുടെ റീൽസും കാര്യങ്ങളൊക്കെ ലൈക്ക് ചെയ്ത് നിങ്ങൾ അടിച്ചു കയറി ബാ. എല്ലാവരും അടിച്ചു കയറി വാ guys. ഉടനെ ഫോളോവേഴ്സ് കൂടിയ ഉടനെ ഗീവ് അവേ. പിന്നെ എന്താണ് കേസ് വേറെ പേരുള്ള ക്വസ്റ്റൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയും. എല്ലാവരും ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ട് നമുക്ക് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് അങ്ങനൊന്നുമില്ല. എല്ലാവരും പോയി ഫുഡൊക്കെ അടിക്കുക, അതൊക്കെ തന്നെ പറയാനുള്ളത്. മണി എത്രയായി പറഞ്ഞോനെ? ഓ മൈ ഗോഡ് 10:30. അതെ നിനക്കൊരു ക്ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ മോനെ? പറഞ്ഞോളൂ. ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല, കിടന്നുറങ്ങുക സമാധാനമായിട്ട്. ഈ മഴക്കാലത്ത് കിടന്നുറങ്ങി കൂടുതൽ ഗെയിം കളിക്കണ്ട. PS മദർ ബോർഡൊക്കെ അടിച്ചു പോകുന്ന സമയമാണ്. കളിക്കണം എന്നാണ് നീ പറയേണ്ടത്, കളിക്കണ്ടതല്ല. അല്ലല്ല, നീ പേഴ്സണലി നിങ്ങൾ കളിക്കണമെങ്കിൽ കളിക്കാം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കളിക്കണ്ട. മഴ ഉണ്ടെങ്കിൽ മാത്രം കളിക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ ഫീസ് എന്ത് പറ്റിയാലും കാരണം പിന്നെ നിങ്ങളോട് കൂടെ ഉണ്ട്. ഇവിടെ നിന്ന് വാങ്ങിച്ച സാധനമാണെങ്കിൽ 14 ദിവസം കഴിഞ്ഞ സാധനം ഉള്ളൂ. 14 ദിവസം കളിക്കാതെ ഇവിടെ നിന്ന് വാങ്ങിച്ച സാധനം മാത്രമല്ല, വാറണ്ടിക്ക് സാധനം പോയാൽ 14 ദിവസം എടുക്കുന്നുള്ള ഉദ്ദേശിച്ചിട്ടോ അവന് വിശക്കുന്നു തോന്നുന്നു. അതുകൊണ്ട് 14 ദിവസം വെയിറ്റ് സോ ബേസിക്കലി വാറണ്ടി എപ്പോഴും ഒരു സാധനം വാറണ്ടിക്ക് ഉണ്ടെങ്കിൽ 14 ദിവസത്തെ വാറണ്ടി. അപ്പോൾ കമ്പനി പോയിട്ട് തിരിച്ചു വരും. അതുവരെ ചൊറയും കുത്തി ഇരിക്കണം അടിച്ചു പോയാൽ. അതുകൊണ്ട് നിങ്ങൾ PC ഗെയിം കളിക്കുന്നില്ല, മഴക്കാലമാണ്, നല്ലൊരു ഗെയിം സൂക്ഷിച്ച് കണ്ട് ഗെയിം കളിച്ചാൽ മതി. ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇതൊക്കെ ഉണ്ടായിട്ട് അടിച്ചു പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ചു. അത് സമയം നല്ല. ഇവിടെ നമ്മളെ ഒരു ബോർഡ് 3 എത്ര ബോർഡ് പിന്നെ അതല്ല നമ്മൾ 2 ലേറ്റർ പോയി. അതെ നിനക്ക് വിശക്കുമ്പോൾ നീ കുറേ ഓക്കെ അതൊരു ഇൻട്രസ്റ്റ് ആണ്. നമ്മളൊരു എന്തായിരുന്നു AMDയുടെ പുതിയൊരു പ്രോസർ ബോർഡ് ബിൽഡ് ചെയ്തിട്ട് നമ്മൾ ഒരു ബോർഡ് മാറ്റി അടുത്ത ബോർഡ് മാറ്റി എറർ സോൾവ് ചെയ്യാനുള്ള അവസരം 3ാമത്തെ ബോർഡായപ്പോൾ സാധനമൊക്കെ സോൾവ് ആയി ഫിക്സ് ആയിട്ടുണ്ട്, വിച്ച് ഹാപ്പൻസ്. പക്ഷേ എന്നാലും അങ്ങനെയുള്ള സീനൊന്നുമില്ല. ഇങ്ങനെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അത് സോൾവ് ചെയ്യാനാണല്ലോ നമ്മൾ. സോ വിൽ ഓൾവേസ് സോൾവ് ഇറ്റ്. യെസ്, on that note guys, അപ്പോൾ ഇന്ന് ഐ തിങ്ക് വിൽ റാപ്പ് അപ്പ് ഇന്നത്തെ സ്ട്രീം. ആൻഡ് ഇനി അപ്പോൾ അടുത്ത സാറ്റർഡേ വിൽ സീ യു അഗൈൻ. അപ്പോൾ അടുത്ത സാറ്റർഡേക്ക് നിങ്ങളുടെ പുതിയ കൂടുതൽ എന്തെങ്കിലും അടുത്ത സാറ്റർഡേ സ്ട്രീമിന് പറഞ്ഞ പോലെ എന്തെങ്കിലും അപ്ഡേറ്റ്സോ ക്വസ്റ്റൻസോ ഉണ്ടെങ്കിൽ ലെറ്റസ്റ്റ് നോ Instagram. ആൻഡ് ഓൾസോ നമ്മൾ ഈ ഷോർട്സിൻ്റെയൊക്കെ ക്ലിപ്സ് Instagram ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം പോയി ലൈക്ക് ചെയ്ത് നിങ്ങൾ ഫോളോ ചെയ്ത് ഒരു 30K ഫോളോവേഴ്സ് ആക്കിയാൽ നിങ്ങൾ പറയുന്ന സ്പെക്കിൽ ചേട്ടൻ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ഗിവ് ചെയ്യും കേട്ടോ. ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്കെ ഓൺ ദാറ്റ് നോട്ട് ഗൈസ്. അപ്പം അഗൈൻ എല്ലാ വീക്കെൻഡ്സും ഇതേപോലെ നമ്മുടെ അടുത്ത് വന്ന താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അവർ സ്ട്രീംസ്. ആൻഡ് നിങ്ങളെ വേറെ ഫൺ കോൺവെർസേഷൻ വിത്ത്. സോ ഇത് നമ്മൾ കീപ്പ് ചെയ്യും. ഇത് നമ്മുടെ 3rd വീക്ക്. ഇത് 3rd അല്ലേ? 3rd സ്ട്രീമാണോ? അപ്പോൾ നമ്മൾ 3rd വീക്ക് സ്ട്രീക്കാണ്. വിൽ കീപ് ദ സ്ട്രീക്ക് അപ്പ്. And like always guys, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ if you love what we do here, make sure you follow us on Instagram. Or Instagram is Gearix Official. അവിടെ നമ്മൾ 22.4K followers and growing. And നിങ്ങൾക്ക് നമ്മളെ if you like us even more, if you love what we do here, make sure you subscribe to our YouTube channel. And we will see you next week with more tech news. Till then, this is us saying, cricket baby, peace.